സഹോദരങ്ങളെ, ഞാൻ ഉള്ള കാര്യം പറയാം, നമ്മൾ നന്നാകാൻ പോകുന്നില്ല. എന്ത് ചെയ്താലും നന്നാകാൻ പോകുന്നില്ല. നിങ്ങൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് നിലവിളിച്ച് നിങ്ങൾ നന്നാകാൻ പോകുന്നില്ല. ഇങ്ങനെ ആരെങ്കിലും നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഞാൻ തുറന്നു പറഞ്ഞിരിക്കുന്നു, നടക്കൂല, നന്നാവൂല. ഇത്രയും നിരാശപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലല്ലോ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നന്നാവില്ല എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പണിയിലോട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. നന്നാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണം, കർത്താവേ, നീ എന്നെ നന്നാക്കിയേ പറ്റുള്ളൂ. ഈ വണ്ടി ആ കർത്താവ് സർവീസ് ചെയ്താലേ ഓടുള്ളൂ. ഇത് പോയതാണ്. ഇതിൽ ഇൻവോളണ്ടറി സിൻസിൻ്റെ ബഹളമാണ്. ഞാൻ അറിയാതെ പാപം എന്നെ അടിമയാക്കുന്നു. എൻ്റെ അവയവങ്ങളിൽ തന്നെ ഈ പാപം എന്നോട് പോരാടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ക്ഷമിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ ക്ഷമിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ജീവൻ വെളിപ്പെടുത്തണം എന്ന് ആഗ്രഹമുള്ള പോലെ ഒന്നും വെളിപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പരാജിതനും ബലഹീനനുമായിരിക്കുന്നു. കർത്താവേ, നീ എന്നോട് കരുണ തോന്നുമാറാകണമേ എന്ന് നമ്മളെ കൊണ്ട് നിലവിളിപ്പിക്കുന്നത് ഈ പാപത്തോടുള്ള സ്ലേവറിയാണ്, അടിമത്തം. അപ്പോൾ ഈ പാപം നമ്മളിന്ന് തൂത്താ പോകുന്ന ഒന്നല്ലെന്നും പാപം നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഉപേക്ഷിക്കാൻ പറ്റുന്നതല്ലെന്നും നമ്മൾ മനസ്സിലാക്കണം. കാരണം ചർച്ചിൽ പോയിട്ടും ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് കസേര ഇരിക്കുക, സ്റ്റേജിൽ പാട്ട് മുഴുവൻ സ്റ്റേജിൽ, വർഷിപ്പ് മുഴുവൻ സ്റ്റേജിൽ, പ്രസംഗം മുഴുവൻ സ്റ്റേജിൽ, പ്രബോധനം ഇല്ല, പ്രസംഗം മുഴുവൻ സ്റ്റേജിൽ, പ്രാർത്ഥന മുഴുവൻ സ്റ്റേജിൽ. ഒരു 4-5 പാസ്റ്റർമാരുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ പോയി ഇരിക്കുന്നോണം, വന്നോണം, നിന്നോണം, കണ്ടോണം, പൊക്കോണം എന്ന് പറഞ്ഞ പോലെ കൂടുതലൊന്നും ചെയ്യാനില്ല. 2 പാസ്റ്റർമാരുടെ ഇരിപ്പുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള അവകാശമാണ് അവരുടെയാണ്, അത് കൊടുക്കുക. അപ്പോൾ കാഴ്ചക്കാരായി നമ്മൾ വിശ്വാസികൾ, കാഴ്ചക്കാരായിട്ട് കുറേ നാളായി. എന്നാൽ പിന്നെ TV കണ്ടാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്നതിനകത്തും വലിയ തെറ്റില്ല. കാരണം സഭ നടക്കുന്ന കൃപാവരങ്ങളാലല്ല, പെർഫോമൻസിനാലാണ്. സഭ കൃപാവരങ്ങളിൽ നടക്കുകയാണെങ്കിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പ്രബോധിപ്പിക്കുന്നു, ഒരാൾ പ്രവചിക്കുന്നു. എന്ന് നടക്കും എൻ്റെ കർത്താവ്. ഇതൊക്കെ അടുത്ത കാലത്ത് എങ്ങും സംഭവിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിൻ്റെ ഒരു ആത്മാവിൻ്റെ ഒരു കാറ്റടിച്ചാൽ ഇതല്ല ഇതിലപ്പുറവും സംഭവിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കൃപാവരങ്ങളാൽ നടത്തപ്പെടുന്നതിന് പകരം ഇന്ന് ഈ സഭകൾ നടത്തപ്പെടുന്നതെല്ലാം സ്റ്റേജിലാണ്. അപ്പോൾ അതുകൊണ്ട് വീട്ടിലെ സഭ എന്ന് പറഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ ഒരു പ്രയോജനമുണ്ട്. രാവിലെ പല്ല് തേക്കുക പോലും വേണ്ട. രാവിലെ ആ കിടക്കുന്ന സോഫായി തന്നെ കിടന്നുകൊണ്ട് TV വെച്ചാടാ എന്ന് പറഞ്ഞ് TV വെച്ചുകൊണ്ട് സ്വോത്രകാഴ്ചയും വേണ്ട, വണ്ടിക്കൂലി മുടക്കണ്ട, ട്രാഫിക്കിൽ പൊടിയുമില്ല. പിന്നെ അടുത്തിരിക്കുന്നോ പട്ടിണിയാണോ എന്ന് അന്വേഷിക്കുകയും വേണ്ട. 5 നയാ പൈസയുടെ ചിലവില്ല. ആ പാസ്റ്ററുടെ പ്രസംഗം തന്നെ പിന്നെയും കേൾക്കേണ്ട കാര്യമില്ല. ഇത് മാറി മാറി അവതാര പുരുഷന്മാർ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് പലവിധ വചനങ്ങൾ കേൾക്കാം. നമ്മുടെ ചർച്ചിൻ്റെ അതേ കൊയറല്ല, ഇത് വണ്ടർഫുൾ കൊയറുകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേൾക്കാം. പിന്നെ എന്തിനാണ് ഈ വെറുതെ പൈസ മുടക്കി, വണ്ടിക്കൂലി മുടക്കി എന്ന് മനുഷ്യർ ചിന്തിച്ചാൽ അതിനകത്ത് അത്ഭുതമൊന്നുമില്ല. അതുപോലെ ഈ ശുശ്രൂഷയിലിരിക്കുന്ന ആൾക്കാർ, അവർ ഈ പ്രവചനം പറഞ്ഞാൽ അന്യഭാഷയൊക്കെ പറഞ്ഞുകൊണ്ട് വരുമല്ലോ അല്ലേ? നിങ്ങൾ അടുത്തോട്ട് വരില്ലേ? തലേക്ക് വയ്ക്കാൻ വേണ്ടി ഇങ്ങനെ വരികയല്ലേ? വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അവർ പറയുന്ന വാക്കുകളിൽ നിത്യതയോ തേജസ്സോ ക്രൂശോ അതെ, അവർ നാളെ നിങ്ങൾക്ക് വിടുതൽ വരുന്നു, നിങ്ങളുടെ വിസ ശരിയാവുന്നു, നിങ്ങളുടെ മേലെ അന്ധകാര പോരാട്ടം മാറുന്നു എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ, അത് പീപ്പിൾ ആഫ്റ്റർ പീപ്പിൾ ലോകത്തിൻ്റെ വിടുതലിനെക്കുറിച്ച് അവർ പറയുന്നതെങ്കിൽ അവർക്ക് ആ എക്സ്റ്റാറ്റിക് ശുശ്രൂഷയുടെ സ്റ്റേജിൽ അവർക്ക് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശോ പ്രത്യാശയോ ആത്മാവിൻ്റെ ഒരു കാര്യമോ അവർക്ക് പറയാൻ പറ്റുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. അല്ലാത്ത സമയത്ത് പ്രസംഗിക്കുമ്പോൾ അവർ പുതിയ നിയമം, എൻ്റെ പാസ്റ്ററെ ആ പ്രവാചകൻ മുഴുവൻ പുതിയ നിയമം പറഞ്ഞ് ശുശ്രൂഷ ആക്റ്റീവായി കഴിഞ്ഞാൽ പിന്നെ പുതിയ നിയമം ഇല്ല, പിന്നെ യേശുക്രിസ്തു ഇല്ല, പിന്നെ യാഗമില്ല, പിന്നെ നിത്യതയില്ല, ഒന്നുമില്ല. രാജാക്കന്മാരുടെ പുസ്തകവും യശയാവും അവിടെ നിന്ന് ഇവിടെ നോക്കി എടുത്തിട്ട് ലോകത്തെക്കുറിച്ച് മാത്രമേ പറയുന്നു. ഇങ്ങനെയാണെങ്കിൽ അതിനർത്ഥം എന്താ? അവർക്ക് ആ ശുശ്രൂഷയുടെ എക്സ്റ്റസിലിരിക്കുമ്പോൾ അവരൊരു ആത്മാവ് അവരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് തേജസ്കരണത്തിൻ്റെ ആത്മാവല്ല, തേജസ്സിൻ്റെ ആത്മാവല്ല, പുത്രത്വത്തിൻ്റെ അവകാശങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ആത്മാവല്ല. പിന്നെ എന്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ആത്മാവാണ്? ഈ ലോകത്തിൻ്റെ പ്രപഞ്ചമോഹങ്ങളിലേക്ക് നിങ്ങളെ ആകർഷിക്കുന്ന ഒരു സ്പിരിറ്റാണ് ഇന്ന് ശുശ്രൂഷകരിൽ വലിയൊരു പങ്കിലൂടെ. ചുമ്മാ പോയി സംസാരിച്ചാൽ മനസ്സിലാവില്ല, അവർ ശുശ്രൂഷിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഈ മഹാപൗരോഹിത്യത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം 11-ാം വാക്യത്തിൽ പറയുന്നത്, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുവാനുണ്ട് എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. ഇത് തമിഴിൽ ഈ വാക്യം ഇങ്ങനെയാണ്: ഈ മൽക്കി സദേക്കിനെ കുറിച്ച്
ഇനിയും വളരെ പറയുവാനുണ്ടെന്നാണ്. അപ്പം യേശുക്രിസ്തു എന്ന പുരോഹിതനെക്കുറിച്ച്, മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള അവൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ച് ഇനിയും പല കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ കേൾപ്പാൻ നിങ്ങൾ മന്ദതയുള്ളവരായതുകൊണ്ട് അത് തെളിയിച്ചു തരാൻ പ്രയാസമായാണ് എന്നുള്ളത് കൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എന്ന് എബ്രായ ലേഖന കർത്താവ് പറയുന്നു. അപ്പോൾ യേശുക്രിസ്തു മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ളവൻ്റെ മഹാപൗരോഹിത്യത്തിലൂടെ നമുക്ക് ഒരു പുരോഹിതനായി മാറുകയും നമുക്ക് വേണ്ടി യാഗം കഴിക്കുകയും നമുക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്ത് അവൻ നമ്മളെ എങ്ങനെയാണ് രക്ഷിച്ചതെന്നുള്ളതിൻ്റെ വിവരങ്ങൾ പറഞ്ഞ ശേഷം പറയുകയാണ്, ഇനിയും കൂടുതൽ പറയണമെന്നുണ്ടെങ്കിലും അത് കട്ടിയായുള്ള ആഹാരമാണ്, അത് ശിശുക്കൾക്ക് സാധിക്കില്ല, അതുകൊണ്ട് ഞങ്ങളതിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. അത് ഇവർക്ക് വെളിപ്പെടുത്തേണ്ട കാര്യവുമില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് എന്തോ മിസ്സിങ് ആയെന്നാണ്. പക്ഷെ ശരിക്കും മിസ്സിങ് ആയതല്ല, അത് പറഞ്ഞു തരാൻ പറ്റാത്ത കാര്യമാണ്. ജീവിതത്തിൽ വളരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ആരൊക്കെയാണ് ആ 2 ടീച്ചേഴ്സ് എന്ന് പറയാം? ഒന്ന് ദൈവത്തിൻ്റെ വചനം, മറ്റൊന്ന് ദൈവത്തിൻ്റെ ആത്മാവ്. ഈ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ആയാലും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കണം. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് വചനം കൂടാതെ തന്നെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വെളിപ്പെടുത്തലുകളെ തരാൻ കഴിവുള്ള ദൈവമാണ്. ഇത് രണ്ടും നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതായത് അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിന്മേലാണ് ദൈവത്തിൻ്റെ സഭ പണിയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ എഴുത്തുകളെല്ലാം എന്താണ്? അടിസ്ഥാനമാണ്. ഇപ്പോൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനം, അപ്പോസ്തലിക ഉപദേശത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ സഭയുടെ അടിസ്ഥാനം പണിയുന്നതാണ് വേദപുസ്തകം. ഇപ്പം ബൈബിളിലെ എല്ലാ അപ്പോസ്തലിക ഉപദേശങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഫൗണ്ടേഷൻ പണിതിരിക്കുന്നത്. അതൊരിക്കലും ഇളകാൻ പാടില്ല. അതങ്ങനെ തന്നെ ഇരിക്കെ തന്നെ, മാറാതെ ഇരിക്കെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മെ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും. അത് പക്ഷേ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അതാരുടെ പറഞ്ഞു കൊടുക്കുന്നറിയോ? അത് കട്ടിയാഹാരം കഴിക്കാൻ പറ്റുന്ന മുതിർന്നവരോടാണ് ദൈവത്തിൻ്റെ ആത്മാവ് പരിജ്ഞാനത്തിൻ്റെ വചനങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ പരിജ്ഞാനത്തിൻ്റെ വചനങ്ങളെ സംബന്ധിച്ച്, അതായത് ആത്മാവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വചനങ്ങൾ, അത് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ശരിയായ അടിസ്ഥാന വചനത്തിൽ വീണവർക്കും അടിസ്ഥാന വേദപാഠങ്ങളിൽ ഉറപ്പുള്ളവർക്കും വീണ്ടും വീണ്ടും അത് ഉപദേശിക്കാൻ ആവശ്യമില്ലാത്തവർക്കുമാണ്. 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ ഉത്സാഹിക്കുക. അപ്പോൾ ആദ്യ വചനം എന്തൊക്കെയാ? മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി. ഇതാണ് അടിസ്ഥാനം. ഇതാണ് അപ്പോസ്തലന്മാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. ഈ അടിസ്ഥാനം പിന്നെയും പിന്നെയും പഠിപ്പിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു സഭയിൽ അടിസ്ഥാനം വീണ്ടും വീണ്ടും ഇടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ശിശുക്കളെ പോലെ ആയതുകൊണ്ടാണ്. അപ്പോസ്തലൻ പറയുന്നത് 11-ാം വാക്യം, ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയുന്നുണ്ട്. 5:11, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യമുള്ളവരായതുകൊണ്ട് തെളിയിച്ചു തരുവാൻ പ്രയാസം, കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യം എന്ന് വന്നിരിക്കുന്നു. അപ്പോൾ പാല് കുടിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കുഞ്ഞുങ്ങൾ വീണ്ടും വീണ്ടും എന്തിനെക്കുറിച്ച് കേൾക്കണം? പുനരുത്ഥാനത്തെക്കുറിച്ച് കേൾക്കണം, രക്ഷയെക്കുറിച്ച് കേൾക്കണം, കൈവെപ്പിനെക്കുറിച്ച് കേൾക്കണം, കൃപാവരങ്ങളെക്കുറിച്ച് കേൾക്കണം, പിന്നെ നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരത്തെക്കുറിച്ച് കേൾക്കണം. ഇതാരാ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത്? ശിശുക്കളാണ്. എന്നാൽ പരിജ്ഞാന പൂർത്തി വന്നവരെ സംബന്ധിച്ച് ഇത് വീണ്ടും വീണ്ടും കേൾക്കേണ്ട
കാര്യമില്ല. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഇനി ഞാൻ പറയുന്ന പ്രസംഗം കേൾക്കണമെന്ന് അവർക്ക് നിർബന്ധമൊന്നുമില്ല. കാരണം ഞങ്ങളുടെ ചർച്ചിൽ ഏറ്റവും കുറഞ്ഞൊരു 7-8 പ്രസംഗകരെങ്കിലും ഉണ്ട്. അത് എങ്ങനെയാണ് പ്രസംഗകരാവുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഈ അടിസ്ഥാന വേദോപദേശം മനസ്സിലായാൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും തെറ്റിപ്പോവില്ല. മനസ്സിലായോ? ഈ അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എങ്ങനെ പ്രസംഗിച്ചാലും നിങ്ങൾക്ക് തെറ്റത്തില്ല. കാരണം ബൈബിൾ മുഴുവൻ വ്യാഖ്യാനിക്കാൻ ഈ അപ്പോസ്തലിക ഉപദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ വരുമ്പോൾ നമ്മൾ അടിസ്ഥാന വേദോപദേശങ്ങളെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്, എങ്ങനെ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ ജീവിക്കാം എന്നുള്ളതാണ്. അതൊരിക്കലും ഒരു പാസ്റ്റർക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. അത് നിങ്ങൾക്ക് ആത്മാവ് മാത്രമേ പറഞ്ഞു തരികയുള്ളൂ. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ പറയുന്നു. വായിച്ചേ, 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാൽ അത് ബോഷ്കല്ല, അത് സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. അപ്പൊ ക്രിസ്തുവിൽ വസിക്കാനുള്ള പഥ്യോപദേശം, ക്രിസ്തുവിൽ വസിക്കാനുള്ള പരിജ്ഞാനത്തിൻ്റെ ഉപദേശം, സത്യമായ ഉപദേശം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. മനസ്സിലായോ? അപ്പം ഞാൻ ഇവിടെ വന്ന് വീണ്ടും വീണ്ടും പറയുന്നത് എന്തേ ആവുള്ളൂ? അടിസ്ഥാനം മാത്രമേ ആവുകയുള്ളൂ. പരിജ്ഞാനം എവിടെ നിന്ന് വരണം? ആത്മാവിൽ നിന്ന് വരണം. ആത്മാവ് പറയുന്നത് ശ്രദ്ധിച്ചാൽ മാത്രമേ ക്രിസ്തു നമ്മിൽ വസിക്കുന്നത് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആത്മാവ് പറയുന്നതെന്ന് എങ്ങനെ അറിയാം? അവിടെ പറഞ്ഞിട്ടുണ്ട് ആ ഉപദേശിച്ച് തരുന്ന സത്യമാണ് എന്നുള്ളത്, അല്ലേ? ഈ സത്യമാണോ എന്ന് എങ്ങനെ അറിയാം? അവിടെയാണ് ഈ ദൈവത്തിൻ്റെ വചനം, അത് എബ്രായ ലേഖനം 4:12 പറയുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഓക്കെ, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആത്മാവ് പറയുന്നു എന്നും പറഞ്ഞുകൊണ്ട് പലരും പറയുന്ന കാര്യങ്ങൾ, ആത്മാവ് പഠിപ്പിക്കുന്നു എന്നും പറഞ്ഞ് ഇന്ന് പറയുന്ന പല കാര്യങ്ങളും ആത്മാവ് പഠിപ്പിക്കുന്നത് തന്നെയാണോ, അതോ പ്രാണനിൽ നിന്ന് വരുന്നതാണോ, അതോ സാത്താൻ്റെ പരിപാടിയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? അത് തിരിച്ചറിയണമെങ്കിൽ വചനം എന്ന വാള് പ്രയോഗിക്കാൻ തക്കവണ്ണം നമ്മൾ അതിൽ അഭ്യസനമുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, നിങ്ങൾ വചനത്തിൻ്റെ അടിസ്ഥാനങ്ങൾ വീണില്ലെങ്കിൽ നിങ്ങൾ പിന്നെയും ശിശുക്കളെ പോലെ ആയിരിക്കും, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉപദേശിച്ച് തരേണ്ടി വരും. അപ്പോൾ അപ്പോസ്തലിക ഉപദേശം, വചനം, അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വചനം ഒരു വാളായി പ്രവർത്തിക്കുകയും ദുരുപദേശങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ഒരു കാര്യം കേൾക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ആത്മാവാണോ അത് എൻ്റെ പ്രാണനിൽ തന്നെ തോന്നിയതാണോ എന്ന് ആ വചനം എന്ന അടിസ്ഥാനം ആകുന്ന വാൾ വെച്ച് നിങ്ങൾക്ക് വിവേചിക്കാൻ സാധിക്കുകയും ചെയ്യും. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പോൾ ഒരു ചർച്ചിൻ്റെ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്കറിയാമോ, ഇന്നത്തെ ചർച്ചുകളിൽ 500 വർഷം ഒരാൾ ജീവിച്ചിരുന്നാലും അയാൾ ശിശുവായി തന്നെ ഇരിക്കുന്നു. അയാൾ ഒരിക്കലും വചനം പ്രബോധിപ്പിക്കാൻ സമർത്ഥനാകുന്നില്ല. ഞാൻ ബാംഗ്ലൂരിൽ ഒരു ചർച്ചിൽ ചെന്നപ്പം ഇത് ശരിയാണെന്നാണ് പുള്ളി പറഞ്ഞത്, പാസ്റ്റർ പറഞ്ഞത് ശരിയാണ്. ഒരു ബാംഗ്ലൂരിൽ ചർച്ച ചെന്നപ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്നത് പാസ്റ്റർ, തുടങ്ങുന്നത് പാട്ട് പാടുന്നതും പാസ്റ്റർ, സങ്കീർത്തനം വായിക്കുന്നതും പാസ്റ്റർ, പ്രാർത്ഥിക്കുന്നതും പാസ്റ്റർ, പ്രസംഗിക്കുന്നതും പാസ്റ്റർ, ആശീർവാദം പറയുന്നതും പാസ്റ്റർ. ചുമ്മാതല്ല ഈ പവർ വിഷനിലെ വീട്ടിലെ സഭയെന്നോ, വീട്ടിലെ സഭായോഗം ഒക്കെ. കാരണം ചർച്ചിൽ പോയിട്ടും ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് കസേര ഇരിക്കുക, സ്റ്റേജിൽ പാട്ട് മുഴുവൻ സ്റ്റേജിൽ, വർഷിപ്പ് മുഴുവൻ സ്റ്റേജിൽ, പ്രസംഗം മുഴുവൻ സ്റ്റേജിൽ, പ്രബോധനം മുഴുവൻ, പ്രബോധനം ഇല്ല,
പ്രസംഗം മുഴുവൻ സ്റ്റേജിൽ, പ്രാർത്ഥന മുഴുവൻ സ്റ്റേജിൽ, ഒരു 4-5 പാസ്റ്റർമാരോടുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ പോയി ഇരിക്കുന്നോണം, വന്നോണം, നിന്നോണം, കണ്ടോണം, പൊക്കോണം എന്ന് പറഞ്ഞ പോലെ കൂടുതലൊന്നും ചെയ്യാനില്ല. 2 പാസ്റ്റർമാരോട് ഇരിപ്പുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള അവകാശമാണ് അവരുടെയാണ്, അത് കൊടുക്കുക. അപ്പോൾ കാഴ്ചക്കാരായി, നമ്മൾ വിശ്വാസികൾ കാഴ്ചക്കാരായിട്ട് കുറേ നാളായി. എന്നാൽ പിന്നെ TV കണ്ടാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്നതിനകത്തും വലിയ തെറ്റില്ല. കാരണം സഭ നടക്കുന്ന കൃപാവരങ്ങളാലല്ല, പെർഫോമൻസിനാലാണ്. സഭ കൃപാവരങ്ങളിൽ നടക്കുകയാണെങ്കിൽ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പ്രബോധിപ്പിക്കുന്നു, ഒരാൾ പ്രവചിക്കുന്നു. എന്ന് നടക്കും എൻ്റെ കർത്താവ്. ഇതൊക്കെ അടുത്ത കാലത്ത് എങ്ങും സംഭവിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിൻ്റെ ഒരു ആത്മാവിൻ്റെ ഒരു കാറ്റടിച്ചാൽ ഇതല്ല ഇതിലപ്പുറവും സംഭവിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കൃപാവരങ്ങളാൽ നടത്തപ്പെടുന്നതിന് പകരം ഇന്ന് ഈ സഭകൾ നടത്തപ്പെടുന്നതെല്ലാം സ്റ്റേജിലാണ്. അപ്പോൾ അതുകൊണ്ട് വീട്ടിലെ സഭ എന്ന് പറഞ്ഞ് കൂടിക്കഴിഞ്ഞാൽ ഒരു പ്രയോജനമുണ്ട്. രാവിലെ പല്ല് തേക്കുക പോലും വേണ്ട. രാവിലെ ആ കിടക്കുന്ന സോഫായിൽ തന്നെ കിടന്നുകൊണ്ട് TV വെച്ചാടാ എന്ന് പറഞ്ഞ് TV വെച്ചുകൊണ്ട് സ്വോത്രകാഴ്ചയും വേണ്ട, വണ്ടിക്കൂലിയും മുടക്കണ്ട, ട്രാഫിക്കിൽ പൊടിയുമില്ല. പിന്നെ അടുത്തിരിക്കുന്നോ പട്ടിണിയാണോ എന്ന് അന്വേഷിക്കുകയും വേണ്ട. 5 നയാ പൈസയുടെ ചിലവില്ല. ആ പാസ്റ്ററുടെ പ്രസംഗം തന്നെ പിന്നെയും പിന്നെയും കേൾക്കേണ്ട കാര്യമില്ല. ഇത് മാറി മാറി അവതാര പുരുഷന്മാർ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് പലവിധ വചനങ്ങൾ കേൾക്കാം. നമ്മുടെ ചർച്ചിൻ്റെ അതേ കൊയറല്ല, ഇത് വണ്ടർഫുൾ കൊയറുകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേൾക്കാം. പിന്നെ എന്തിനാണ് ഈ വെറുതെ പൈസ മുടക്കി, വണ്ടിക്കൂലി മുടക്കി എന്ന് മനുഷ്യർ ചിന്തിച്ചാൽ അതിനകത്ത് അത്ഭുതമൊന്നുമില്ല. അപ്പം ഞാൻ ഈ ബാംഗ്ലൂരിലെ പാസ്റ്ററോട് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ചോദിച്ചു, ഒരു 5 മിനിറ്റ് ഒരു സാക്ഷ്യം ആരെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് കർത്താവ് കഴിഞ്ഞ ആഴ്ച നടത്തിയത്? അത് ഈ ലോകത്തിലെ നടപ്പല്ല കേട്ടോ, പാപത്തിൽ നിന്ന് രക്ഷിച്ചത്, അല്ലെങ്കിൽ എനിക്കൊരു പാപത്തിൽ വിടുതൽ തന്നത്, അല്ലെങ്കിൽ പാപം ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് കർത്താവ് എന്നെ രക്ഷിച്ചത്, അല്ലെങ്കിൽ എന്നോട് കർത്താവ് കഴിഞ്ഞ ആഴ്ച ഇടപെട്ട ഒരു വാക്യം, അതിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് തന്ന പരിജ്ഞാനത്തിൻ്റെ വചനം. ഒരാള് 10-40 വർഷമായ സഭയല്ലേ. അപ്പം ഞാൻ ഈ പാസ്റ്റർ ചോദിച്ചു, പാസ്റ്റർ പറയാം, എൻ്റെ പാസ്റ്ററെ 3 വർഷമാണ് എൻ്റെ കാലാവധി, 2.5 വർഷം കഴിഞ്ഞു, ഇനി 6 മാസം കൂടെ എങ്ങനെയെങ്കിലും ഇത് കൊണ്ടുപോകണം. ഒരാൾ സാക്ഷ്യം പറയാൻ എഴുന്നേറ്റാൽ അവിടെ മുഴുവൻ അത് അടിയായിരിക്കും. അതും ശരിയാണ്. ഈ സാക്ഷ്യം പറയാൻ എഴുന്നേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് തന്ന വചനം പങ്കുവെക്കാനൊന്നുമില്ല. 2-3 പേർക്കിട്ട് കൊട്ട് കൊടുക്കാനുണ്ട്. പാസ്റ്റർ ആവശ്യത്തിന് കൊട്ടുന്നില്ല. പിന്നെ അവരെക്കാൾ നീതിമാൻ ഞാനായതുകൊണ്ട് 2 കൊട്ട എൻ്റെ വക ഇരിക്കട്ടെ, അത് ദൈവാത്മാവ് പറഞ്ഞാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ എഴുന്നേറ്റ് ഇന്ന് തട്ടിവിടുന്നത്. അപ്പം മറ്റേ ആൾ കൗണ്ടർ പ്രബോധനം പ്രബോധിപ്പിക്കും. ഇങ്ങനെ ഇപ്പം പാസ്റ്ററും എടുത്തു. അപ്പം ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, 40 വർഷം, ഈ സഭ എത്ര വർഷമായെന്ന് എനിക്കറിയില്ല കേട്ടോ, ആ സഭയുടെ കാര്യം ഞാൻ പറയുന്നത്. 40 വർഷം ഒരു സഭ, അതിന് ബാൽക്കണി, ഇതിനാണ് AC, ഈ ഹാള്, കാർപ്പറ്റ്, മ്യൂസിക് സിസ്റ്റം, കീബോർഡ്, എന്തുമാത്രം എക്സ്പെൻസാ അല്ലേ. പിന്നെ സമയം, ഉപവാസ പ്രാർത്ഥന. എന്നെപ്പോലുള്ള കുറേ പേരെ വിളിച്ചാൽ 2 മണിക്കൂർ കുത്തിയിരിക്കണം, 2-2.5 മണിക്കൂർ, 3 മണിക്കൂർ. പിന്നെ വൈകിട്ട് പിന്നെ ഒരു ദിവസം അവധി കിട്ടുമോ? അതുമില്ല. അവധി വരുമ്പോൾ ഉടനെ പാസ്റ്റർ ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിക്കും. പിള്ളേർ കളിക്കാൻ പോകുന്ന സമയത്തൊന്നും അപ്പനെ വിടില്ല, പ്രാർത്ഥിക്കലാന്ന് പറഞ്ഞ് എന്തുമാത്രം ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ടൈം, പണം, പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? മതിയല്ലോ. 40 വർഷം ഇൻവെസ്റ്റ് ചെയ്ത് എത്ര പണം ഉണ്ടായിരിക്കും, എത്ര എഫേർട്ട് ഉണ്ടായിരിക്കും. എന്നിട്ട് എനിക്ക് കിട്ടിയ ആത്മീക വളർച്ച എന്താണെന്നറിയോ? ഞാൻ എഴുന്നേറ്റുന്നൊരു സാക്ഷ്യം പറഞ്ഞാൽ അന്ന് ഫുൾ അടിയായിരിക്കും. അതാണ് എനിക്ക് കിട്ടിയ ആത്മീക വളർച്ച. എനിക്കിപ്പോഴും വചനത്തിൽ നിന്നൊരു വാക്യം പറയാൻ അറിയില്ല. ഏത് സ്കൂളിലാണ് നിങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് പഠിക്കുന്നത്? എത്ര പ്രബോധകന്മാരും ശുശ്രൂഷകരും ഉണ്ടാകേണ്ട സഭകളാണെന്നറിയോ ദ്രവിച്ച് മണ്ണടിഞ്ഞ് പുതിയ പാസ്റ്ററുടെ പ്രസംഗം കേട്ടേക്കാം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, അവർ ശിശുക്കളെ പോലെ ആയതുകൊണ്ട് അവർക്ക് നീതിയുടെ വചനം പിടികിട്ടുന്നില്ല, അതുകൊണ്ട് അവരിപ്പോൾ ശിശുക്കളെ പോലെ ഇരിക്കുകയാണ്. ഇടയ്ക്ക് ഏതെങ്കിലും ഒരു പാസ്റ്റർ വന്ന് അടിസ്ഥാനം ഇടും, അടുത്ത പാസ്റ്റർ വന്ന് അതിൻ്റെ അടിസ്ഥാനം വലിച്ചു കൂരും. പിന്നെ വേറൊരു പാസ്റ്റർ വന്ന് അടിസ്ഥാനം ഇടും,
2 ദിവസം കഴിയുമ്പം വേറൊരു പാസ്റ്റർ വന്ന് അതിൻ്റെ അടിസ്ഥാനം വലിച്ചൂരി വേറൊരു അടിസ്ഥാനം ഇടും. പക്ഷെ ഒരു കാര്യം പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ അടിസ്ഥാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വീണാൽ അതിന് മുകളിൽ ഒരു അടിസ്ഥാനം ഇടാൻ ആരെയെ കൊണ്ടും സാധിക്കില്ല. അതൊന്ന് കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ അടിസ്ഥാനത്തല്ലാതെ വേറൊരു അടിസ്ഥാനം ഇടാൻ അത് നിങ്ങളുടെ ഹൃദയത്തിൽ വീണ് കഴിഞ്ഞാൽ അതിനു മുകളിൽ വേറൊരു അടിസ്ഥാനം ഇടാൻ ആരെ കൊണ്ടും സാധിക്കില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, അപ്പോസ്തലിക ഉപദേശത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിലൂടെ വെളിപ്പെടുന്ന പരിജ്ഞാനത്തിൻ്റെ ഉപദേശം, അത് ആത്മാവിന് മാത്രമേ തരാൻ പറ്റുള്ളൂ. ഈ പരിജ്ഞാനത്തിൻ്റെ ഉപദേശം ആത്മാവിന് മാത്രമേ തരാൻ പറ്റുള്ളൂ എന്നുള്ളതിന് ഞാനൊരു കഥ പറയാം. ഞങ്ങൾ ആന്ധ്രാപ്രദേശിലായിരിക്കുമ്പം ഞങ്ങളുടെ സഭയിലുള്ള ഒരു വിശ്വാസി, അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അണ്ണാ, നിങ്ങളൊക്കെ ജീവിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര വേദന തോന്നുന്നു. അത് ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം? എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു 5000 രൂപ കിടപ്പുണ്ട്. അത് പാപമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങളൊക്കെ ഇങ്ങനെ ജീവിക്കുന്ന കാണുമ്പോൾ ഞാനത് വെച്ചോണ്ടിരിക്കുന്നത് തെറ്റാന്ന് ആത്മാവ് എന്നോട് പറയുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. 50,000, 5 ലക്ഷം, 50 കോടി കിടന്നിട്ട് നമുക്കൊന്നും തോന്നില്ല. അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഇങ്ങുകൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം അന്ന് എൻ്റെ പരിജ്ഞാനക്കുറവാണെന്ന് വേണേൽ പറയാം. കാരണം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അങ്ങനെ അല്ലായിരുന്നു പറയേണ്ടത്. ഇയാൾ ഈ 5000 രൂപ കൊണ്ട് തന്നു. ഞാൻ അപ്പം തന്നെ അത് കൈനീട്ടി വാങ്ങിച്ചിട്ട് വില്ലേജിൽ വർക്ക് ചെയ്യുന്ന ഒരു സുവിശേഷ പ്രവർത്തനം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ചെറിയ ഒരു പ്രൈമറി സ്കൂളും ഈ പിള്ളേർക്ക് വേണ്ടി നടത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 5000 രൂപയുടെ ഒരു ഭയങ്കര എമർജൻസി ഇരിക്കുമായിരുന്നു. റെൻ്റ്, ഒരു ടീച്ചറോട് വരുന്നതിൻ്റെ സാലറി, ഇതെല്ലാം കൂടെ 5000 രൂപ പുള്ളിക്കും കൊടുത്തു. ആശ്വാസമായി. നീ എൻ്റെ പ്രാർത്ഥന കേട്ട് കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പോവുകയും ചെയ്തു. പിറ്റേ ദിവസമായപ്പം ഈ പൈസ കൊടുത്തയാൾക്ക് 6000 രൂപയുടെ ആവശ്യം വന്നു. എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? ഉടനെ പുള്ളിയുടെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്സണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ പ്രസംഗം കേട്ടോട്ട് നടന്നോ, അവസാനം നമ്മൾ തെണ്ടി കുത്തുപാടെടുക്കും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, ഞാൻ ഉപദേശിച്ചത് പരിജ്ഞാനത്തിൻ്റെ ഉപദേശം ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അതന്നാ ഞാൻ പഠിച്ചത്. ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് കുറച്ച് പൈസ പിറ്റേ ദിവസം കിട്ടി. ആ പൈസ അതുപോലെ ഞാൻ ഈ പുള്ളിക്ക് കൊണ്ടുപോയി കൊടുത്തു. അത് അയാൾക്ക് വേണ്ടതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു. ദൈവം എന്നെ അന്ന് രക്ഷിച്ചു. ഇത് ഒരു എക്സ്പെരിമെൻ്റാണ്. ഞങ്ങളവിടെ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു പേഴ്സേ ഉള്ളൂ. എൻ്റെ പേഴ്സിൽ എത്രയുണ്ടെന്ന് ആ ചർച്ചിലുള്ള എല്ലാവർക്കും അറിയാം. അവരുടെ പേഴ്സിൽ എത്രയുണ്ടെന്ന് എനിക്കും അറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ അടിസ്ഥാനം വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരിജ്ഞാനത്തിലേക്ക് പോകാം. അവിടെ വേറൊരാൾ ഉപദേശിച്ചിട്ടായി കഴിഞ്ഞാൽ അത് പിന്നെ പ്രശ്നമാവും. അതിന് പകരം ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, ബ്രദറെ 5000 രൂപ ബാങ്കിൽ കിടപ്പുണ്ടല്ലോ, ഉണ്ട്. ദൈവാത്മാവ് ബ്രദറിനോട് എന്താ പറയുന്നത് അങ്ങനെ ചെയ്യേ എന്ന് പറഞ്ഞായിരുന്നെങ്കിലോ? അപ്പം ടീച്ചർ ആരാ? പരിജ്ഞാനം എവിടെ നിന്ന് വരണം? ഇപ്പം ദൈവാത്മാവ് പുള്ളിയോട് പറയാണ്, എടാ മോനെ, ഇത് നിനക്കൊരാവശ്യം വരാൻ പോവാണ്, നീ പാർക്കും കൊടുക്കണ്ട. പക്ഷെ അവന് കൊടുക്കാൻ തയ്യാറാണ്. ആത്മാവ് പറഞ്ഞു കൊടുക്കണ്ട, കൊടുക്കുന്നില്ല. കാരണം പിറ്റേ ദിവസം എനിക്ക് പൈസ വരുമല്ലോ, അത് കൊടുത്താലും മതിയല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പക്ഷേ എന്തു പറയുന്നു, പറഞ്ഞാൽ മാത്രം ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും നമ്മളെ എങ്ങോട്ടേ നയിക്കുകയുള്ളൂ? ക്രിസ്തുവിൻ്റെ ജീവനിലേക്ക് നയിക്കുകയുള്ളൂ. അപ്പോൾ ദൈവാത്മാവ് പറയുന്ന കേട്ടാൽ നമ്മൾ ആരെ പോലെ ആകും? ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലേക്ക് നമ്മൾ വളരും. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആഗ്രഹമുണ്ടോ? അപ്പോൾ അടിസ്ഥാനമായ വേദോപദേശങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് വരെ, അതിന് ചിലപ്പം വർഷങ്ങൾ എടുത്തേക്കാം ഈ അടിസ്ഥാനം നമുക്ക് വീഴാൻ. എന്നോട് പറഞ്ഞിട്ടുണ്ട്, 40 വർഷമായിട്ട് ഞാൻ ക്രിസ്ത്യാനിയായിരുന്നു, ഇപ്പോഴാണ് എനിക്ക് ഉപദേശം എന്താണെന്ന് മനസ്സിലായത്. ഓക്കെ, ആശ്വാസമായി. ഇനി പുള്ളി ആർക്കും പഠിപ്പിക്കേണ്ട കാര്യമില്ല.
ഓക്കെ, അപ്പോൾ ഈ പ്രത്യാശ എങ്ങനെയാണ് നമുക്ക് വരുന്നത് നോക്കിയിട്ട് ഈ അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ എന്താണ്, ആ ഡോക്ട്രിൻ്റെ സമ്മറി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം, ബട്ട് സ്റ്റിൽ എന്താണ് ഈ അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ്റെ സമ്മറി, ഒരു ചുരുക്കം. അത് ചുരുക്കം പറയാനുള്ള സമയം നമ്മുടെ മുമ്പിലുള്ളൂ. ഓക്കെ, നമ്മളിതിൽ എബ്രഹാമിൻ്റെ കഥ കണ്ടിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്ന് നമ്മളിത് വായിക്കുന്നത്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ ഈ പരിജ്ഞാനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ ശേഷം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം ഇങ്ങനെയാണ്: ദൈവം എബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാനില്ലാഞ്ഞിട്ട് തന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തു. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. ഓക്കെ, അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. നമ്മൾ ഇതിനകത്ത് കണ്ടതാണ്, ഇന്ന് വിശദീകരിക്കുന്നില്ല. തങ്ങളെക്കാൾ ഇനി ഞാൻ വിശദീകരിക്കുന്നത് അബ്രഹാമിനെ കുറിച്ചല്ല, ഈ അബ്രഹാമിൻ്റെ മുമ്പിൽ ആണയിട്ട ദൈവത്തെക്കുറിച്ചാണ്. ഒരു ആലോചിച്ച് നോക്കിയ, ദൈവം ഇറങ്ങി വന്നൊരു മനുഷ്യൻ്റെ മുമ്പിൽ ആണയിടേണ്ട ആവശ്യം വരുന്നത് ഭയങ്കരമായിപ്പോയില്ലേ? സത്യം പറഞ്ഞ ഒരു മനുഷ്യൻ പോലും വേറൊരു മനുഷ്യന് മുമ്പിൽ ആണയിടേണ്ട കാര്യമില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങളുടെ വാക്ക് ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ സത്യമായിട്ടും ബ്രദറെ എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? ഞാൻ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് തന്നെ. ഇപ്പം ഞാനൊരു കാര്യം പറയുമ്പം എൻ്റെ ഉള്ളിൽ അറിയാം ഞാൻ പണ്ട് കള്ളം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇതവർ വിശ്വസിക്കാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനന്ന് ഊന്നി പറയാം, സത്യമായിട്ടും സത്യം ബ്രദറെ എന്ന് പറയുന്നതിന് അർത്ഥം എന്താ? കഴിഞ്ഞ ഒരാൾ പറഞ്ഞു, ഇത് സത്യം കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം ഇത്ര നേരം പറഞ്ഞത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഫേസ് ചെയ്തൊരു ക്രൈസിസ് ഞാൻ പറയാം. എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ, അതായത് റിലേഷനിലുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ രക്തബന്ധത്തിലുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, ഞാനിടയ്ക്ക് കള്ളം പറയാറുണ്ട്. അപ്പോൾ അത് കേട്ടപ്പം എനിക്കൊരു പ്രോബ്ലം തോന്നി. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും ചോദിച്ചില്ല. പിന്നെയാണ് അത് തമാശയായിട്ട് പറഞ്ഞാണെന്ന് മനസ്സിലായത്. അതൊരു അത്ര അടുപ്പം കൊണ്ട് ഒരു തമാശയായിട്ട് പറഞ്ഞു. പക്ഷെ അന്ന് ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചു. പ്രസംഗിക്കാൻ നിന്നപ്പോൾ യുവോ എന്നുള്ള വാക്ക് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളം ഒരു നിമിഷത്തേക്ക് ബ്ലാങ്കായി. ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, കർത്താവേ, ഞാൻ പറയുന്നതിനകത്ത് ക്രെഡിബിലിറ്റി ഇല്ല. ഞാൻ ഉവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഉവെന്ന് എടുക്കുന്നില്ലേ? അത് ഞാൻ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പം ഞാൻ ചിന്തിക്കുമായിരുന്നു, പ്രായം മുമ്പോട്ട് പോകുന്തോറും ഓർമ്മശക്തി കുറയും തോറും നമ്മൾ കണ്ട ഒരു കാര്യം വേറൊരാളോട് പറയുമ്പം നമ്മുടെ ഓർമ്മ പെശക് കാരണം നമ്മൾ ചിലപ്പോൾ എക്സാക്ട്ലി അതുപോലെ അല്ല നാളെ പറയുന്നതെന്ന് വന്നേക്കാം. മനസ്സിലായോ? ഇപ്പം ഞാൻ പറയാണ്, ഇപ്പം നിങ്ങൾ ചോദിക്കാൻ, പാസ്റ്റർ ഏത് കളർ ഡ്രസ്സായിട്ടിരുന്നത് എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചില പെട്ടെന്ന് പറയും വൈറ്റ് എന്ന് പറയും. പക്ഷെ ഓർമ്മ കറക്റ്റ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ വേറെ ആൾ പറയും, ഇല്ലില്ല നിങ്ങൾ കള്ളം പറയുകയാണ്. കാരണം ഞാൻ നോക്കുമ്പം എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ശരിയാണോ ഞാൻ പറഞ്ഞത്? എനിക്ക് മാത്രമേ കുഴപ്പമുള്ളൂ. അപ്പം നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ട്രെയിനിൽ വരുമ്പോൾ നിങ്ങൾ ഏത് സീറ്റിലാണ് ഇരുന്നത്? അപ്പം എൻ്റെ ഓർമ്മ സൈഡ് സീറ്റിലിരുന്ന് പോകുന്നതായിട്ടാണ്. അത് പണ്ടെങ്ങാണ്ട് വന്ന ഓർമ്മയായിരിക്കും. പക്ഷെ അയാൾ പറയാം, നിങ്ങൾ നടുക്കത്തെ സീറ്റിലാണല്ലോ ഇരുന്നത്, ഞാൻ കണ്ടതാണല്ലോ. ആണോ? ഇപ്പം മെമ്മറി പോകുന്തോറും നമുക്ക് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും? നമ്മൾ കാണുന്ന പിക്ചർ അതുപോലെ നറേറ്റ് ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റി കുറഞ്ഞു വരും. തന്നെയുമല്ല, പണ്ടെങ്ങാണ്ട് കേട്ടതോ കണ്ടതോ ഇതിൻ്റെ കൂടെ ഈ ബലഹീനതയിൽ അത് ചിലപ്പോൾ ഇതുമായിട്ട് മിക്സായി പോകും. ഇപ്പം മനുഷ്യൻ്റെ വാക്കുകൾ വളരെ ബലഹീനവും ദുർബലവുമാണ്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഇടയ്ക്കിടയ്ക്ക് ആണ ഇടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ഉറപ്പില്ലാത്ത പല കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ കോളേജ് ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്.
പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിലൊരു ഒരു ചെറിയ സംഘം വിശ്വാസികളായ സഹോദരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെക്കുറിച്ച് അവിടുത്തെ വാർഡനും അതോറിറ്റീസിനെല്ലാം ഭയങ്കര പ്രതീക്ഷയും വിശ്വാസമായിരുന്നു. ഞങ്ങൾ കള്ളം പറയില്ല എന്ന് അവർ വിശ്വസിച്ചു. അപ്പോൾ എന്തെങ്കിലും വഴക്കുണ്ടാവുകയാണെങ്കിൽ വിളിക്കും, ചേച്ചി എങ്ങനെ വന്നേ, ഞാൻ വിളിച്ചു ഇവിടെ എന്താ സംഭവിച്ചത്, അപ്പം ഞാൻ പറയും, മതി. അവർക്ക് വേറൊരു എക്സ്പ്ലനേഷൻ വേണ്ട, കാരണം ഞാൻ കള്ളം പറയില്ല എന്ന് എങ്ങനെയോ അവരെ വിശ്വസിച്ചു. എന്നാൽ ഒരു ദിവസം ആ വിശ്വാസം എല്ലാം ആവിയായിപ്പോയി. അത് എങ്ങനെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ തീരുമാനിക്കുകയാണ്, ഇന്ന് കുറച്ചിരുന്ന് പഠിച്ചേക്കാം. കുറേ നാളിട്ട് പഠിക്കാതെ ഉഴപ്പി നടക്കുകയാണ്. അപ്പം ഞാൻ പഠിക്കാൻ തീരുമാനിച്ചിട്ട് ഒരൊറ്റ ഇരിപ്പങ്ങിരുന്നു. ഇരിപ്പെന്ന് പറഞ്ഞാൽ ഫുൾ ഇരിപ്പ്. രാവിലെ തൊട്ട് ഇരുന്ന് ഇടയ്ക്ക് ആഹാരം കഴിക്കാൻ പോകും, അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം എഴുന്നേറ്റ് ബാക്കി ഫുൾ ടൈം ഇരുന്ന്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതാണ് ഈ പ്രശ്നം. ഒരു 17-18 മണിക്കൂറോളം. ഇത് അറിയില്ല കേട്ടോ, ഇനി നിങ്ങൾ കള്ളം പറഞ്ഞാൽ 16 മണിക്കൂറുണ്ടായിരുന്നോ എനിക്കറിയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതാണ് ഈ മെമ്മറിയുടെ ഫെയിലിയർ. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് അതുപോലെ തന്നെ ആയിരുന്നോ ഇനി പോയി പരിശോധിക്കണം. അങ്ങേയറ്റം ടയേർഡായി, അപ്പോൾ അത് ഫിനിഷ് ചെയ്യാതെ ഉറങ്ങുന്നില്ല എന്ന് തീരുമാനിച്ച് വെള്ളം മുഖം കഴുകി വീണ്ടും വീണ്ടും തലയിൽ കൂടെ വെള്ളം കോരി വെച്ചൊക്കെ ഇരിക്കുന്നത്. അവസാനം കൺട്രോൾ പോയി ഒറ്റ ഉറക്കം ഉറങ്ങി. ഈ ഉറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ റൂമിൻ്റെ താഴെ ഒരുത്തൻ വന്നൊരു ഗുണ്ട് പൊട്ടിച്ചു. ഗുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റലിനകത്ത് കേട്ടോ. ഗുണ്ടെന്ന് പറഞ്ഞാൽ അറിയാമോ, ഭയങ്കര ശക്തിയുള്ള പടക്കം. അവൻ ഹോസ്റ്റലിൽ പുതുതായിട്ടൊരു ഭയങ്കര റൗഡിയായിരുന്നു. അവൻ ഹോസ്റ്റലിൽ വന്നതെന്ന് അനൗൺസ് ചെയ്ത എല്ലാവരും ഞാൻ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ പഴയകാലത്ത് റിങ് ചെയ്ത് ഇങ്ങനെ കറക്കി വിളിക്കുന്നൊരു ഫോണുണ്ട്. അപ്പോൾ അതൊരു തടി ഫ്രെയിമിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്രെയിമിൻ്റെ അടിയിലാണ് ഇവൻ കൊണ്ടുപോയി വെച്ചത്. ആ ഫ്രെയിമും ഫോണും കൂടെ എല്ലാം പൊട്ടിത്തെറിച്ച് അത് ആ ഫോണിൻ്റെ റിസീവർ ഇങ്ങനെ അതിൻ്റെ വയറിൽ തൂങ്ങിക്കിടന്നു. നിമിഷ നേരം കൊണ്ട് നാട് മുഴുവൻ അറിഞ്ഞു. എല്ലാവരും റൂമിൽ കൂടി, ഞാൻ മാത്രമില്ല. എന്നെ നോക്കിയിട്ട് കാണുന്നില്ല. എൻ്റെ റൂമിൻ്റെ താഴെ അത് പൊട്ടിയേക്കുന്നത്. അപ്പോൾ എന്നെ വിളിക്കും, ചേച്ചി എവിടെ ഞാൻ ചെന്നു. ഇതെന്താ, ആരാ സംഭവിച്ചു? ഞാൻ പറഞ്ഞു, എന്താ സാറേ, എന്താ സംഭവിച്ചത്? കേട്ടില്ലേ ഒന്നും? ഇല്ല. അപ്പോൾ പുള്ളിക്കൊരു സംശയം, ഇവനാണോ? ഞാനാണെന്ന് വിചാരിക്കുന്നില്ല, പക്ഷെ ഇവൻ അറിയാതെ ആയിരിക്കില്ല എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് കയറി. അപ്പോഴാണ് ഈ ബോംബ് പൊട്ടിയ വിവരമൊക്കെ ഞാൻ അറിയുന്നത്. പിന്നെ പുള്ളിക്ക് എന്നെ ഒരു ചെറിയ സംശയമായി. അപ്പം എൻ്റെ വാക്ക് ഇനി ഉവ്വെന്നല്ല, നേരത്തെ എങ്ങനെയായിരുന്നു? ഉവ്വെന്നായിരുന്നു. ഒരു ദിവസം പുള്ളി റൂമിലോട്ട് കയറി നിന്നിട്ട് ഇങ്ങനെ, പുള്ളിക്ക് അപ്പോൾ പേടിയാണ്, എവിടെയെല്ലാം വെടിമരുന്നുണ്ടോയെന്ന് ഇപ്പോൾ സംശയമാണ്. എവിടെ ചെന്നാലും ഇങ്ങനെ മണത്ത് നോക്കും. ഇപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചു, ചേച്ചിങ് വന്നേ, ഞാൻ ചെന്നടുത്ത് നിന്ന് ഒരു വെടിമരുന്നിൻ്റെ മണം വരുന്നില്ലേ? ഞാൻ നോക്കിയിട്ട് എനിക്കൊരു മണവും കിട്ടിയില്ല. അപ്പം എനിക്കന്ന് നല്ല ജലദോഷം ഉണ്ടായിരുന്നു, പക്ഷേ ജലദോഷം വെളിയിൽ കാണുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ജലദോഷം സാർ, എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. അതോടുകൂടി പുള്ളി എന്നെ വെട്ടി. പുള്ളിക്ക് മനസ്സിലായി ഇവൻ കൂടെയാണ് ഈ ഗുണ്ട് പൊട്ടിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ എന്തു പറഞ്ഞാലും ആണയിടണം. ഈ വിശ്വാസം ഒരിക്കൽ പോയാൽ പിന്നെ അത് തിരിച്ചു വരിക എന്ന് പറയുന്നത് അസാധ്യമാണ്. കാരണം കള്ളം പറയാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടെന്ന് നാട്ടുകാർക്ക് മനസ്സിലായാൽ, ഇതുവരെ മനസ്സിലായിട്ടില്ല, മനസ്സിലായാൽ നമ്മുടെ കാര്യം പോക്കാണ്. ഇത്തിരി വെള്ളം കൂടെ കുടിക്കട്ടെ. അപ്പൊ ദൈവം എന്തിനാണ് ആണയിടേണ്ടി വരുന്നത്? അതാണ് ഇവിടുത്തെ ചോദ്യം. എൻ്റെ ചോദ്യം അതാണ്. മനുഷ്യർ ബലഹീനരാണ്, അവരുടെ ഓർമ്മ മാറിപ്പോകും, ഓക്കെ, പറയുന്ന എക്സാക്ട്ലി അതുപോലെ ആയിരിക്കില്ല. പക്ഷെ ദൈവം എന്തിനാണ് ആണയിടുന്നത്? അവിടെയാണ് ഈ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത. സുവിശേഷം എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും അവിശ്വസനീയമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാപി ഞാനായിരിക്കെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ എനിക്ക് പകരം കാൽവരി ക്രൂശിൽ മരിച്ചത് വഴി ഇന്ന് ജീവിച്ച് പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പാപങ്ങൾ മാറുമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തിന് വിശ്വസിക്കാൻ പറ്റുമോ? നമുക്ക് വിശ്വസിക്കാൻ പറ്റും, കാരണം നമ്മളത് വിശ്വസിച്ചിട്ട് എവിടെ ഇരിക്കുന്നത്. പക്ഷെ നാട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധി കൊണ്ട് ആലോചിക്കുന്ന ഒരു മനുഷ്യനും ഇത് മനസ്സിലാവത്തില്ല. അത് മാത്രമല്ല, ഈ സുവിശേഷത്തിന്റെ ഇൻക്രെഡിബിൾ നേച്ചർ, അൺബിലീവബിലിറ്റി, അത് ബൈബിളിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് രക്ഷയുടെ വാഗ്ദത്തങ്ങൾ വിശ്വസിക്കാൻ പ്രയാസമുള്ളത്ര സ്ട്രേഞ്ചാണ്. ഇത്ര മഹത്വമുള്ള പദവിയെ ഈ പുഴുക്കൽ കരുളാൻ പാത്രത ഏതുമില്ല, നിന്റെ കൃപ എത്ര
സ്ട്രേഞ്ചാണ്, വിചിത്രമാണ്, അൺബിലീവബിളാണ്, ഇൻക്രെഡിബിളാണ്, ഓക്കെ, അൺഅക്സെപ്റ്റബിൾ ആണ്. അത് ദൈവത്തിൻ്റെ നീതിക്ക് നിരക്കുന്നതാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ളതാണ്. അതായത് നിർദോഷിയായ ഒരാളെ പാപത്തിൻ്റെ പേരിൽ തകർത്ത് കളയുക എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഇൻക്രെഡിബിലിറ്റി, അതായത് ദൈവം ആണിടേണ്ട ആവശ്യം എന്തുകൊണ്ട്? യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ കാണുന്നൊരു ദർശനമുണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് നല്ല പരിചയമുള്ളൊരു ഭാഗം അത്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്ന ആ ഭാഗത്ത് ദൂതന്മാർ ദൈവത്തെ നോക്കാൻ ഭയപ്പെട്ടുകൊണ്ട് കണ്ണുമൂടി, ദൈവത്തോട് സംസാരിക്കാൻ ഭയപ്പെട്ടുകൊണ്ട്, ആരാധിക്കാൻ പറ്റാതെ ഒരുത്തൻ വേറൊരുത്തനോട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തുകൊണ്ടിരുന്നു. അല്ലേ? അതല്ലേ സീനെ? ഇത് കേട്ടപ്പോൾ യെശയ്യാവ്, അയ്യോ ഞാൻ നശിച്ചു, എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കർത്താവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവനെ ശുദ്ധനാക്കി. അത് കഴിഞ്ഞ് താവോട്ട് വരുമ്പം പറയാണ്, ആർ നമുക്ക് വേണ്ടി പോകും, ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയൻ ഇതാ അടിയനെ അയക്കണമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അവൻ അരുളി ചെയ്ത്, നീ ചെന്ന് ജനത്തോട് പറയേണ്ടത് നിങ്ങൾ കേട്ടു കണ്ടിട്ടും തിരിച്ചറിയുകയില്ല. ഇറ്റ്സ് നോട്ട് ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. കേൾക്കും മനസ്സിലാവില്ല, നിങ്ങൾ കണ്ടു മനസ്സിലാക്കുകയില്ല, കണ്ണു തുറന്ന് കാണുകയില്ല, ചെവി കേൾക്കുകയില്ല, ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയില്ല, സൗഖ്യം പ്രാപിക്കുകയില്ല. നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക. യെശയ്യാവിനോട് പറഞ്ഞേക്കുന്ന എന്തിനാ പറഞ്ഞു വിടുന്നേ? പ്രസംഗം കേട്ടിട്ട് എന്ത് സംഭവിക്കണം? ചെവി അടഞ്ഞു പോകണം, കണ്ണ് കൊണ്ട് ഒന്നും മനസ്സിലാകരുത്, പിന്നെ ഹൃദയം തടിച്ചു പോകണം, സൗഖ്യം പ്രാപിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം തന്നെ കഷ്ടമല്ലേ? കർത്താവ് എന്തുകൊണ്ട് ഉപമകളായിട്ട് സംസാരിക്കുന്നതെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? അവർക്കിത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ യെശയ്യാവിനെ അയക്കുന്ന എന്തിനാ? ഒരു വലിയ മെസ്സേജ് കൊടുത്തോണ്ടാ. ആ മെസ്സേജും കൊണ്ട് യെശയ്യാവ് പോയി സംസാരിക്കും. എന്ത് സംഭവിക്കും? കേൾക്കുന്നവരുടെ ഹൃദയം തടിച്ചു പോകും, ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ സൗഖ്യമാക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്ര അവിശ്വസനീയമായ ഒരു കാര്യം. ഇപ്പം ഉദാഹരണത്തിന്, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വെളിയിലേക്കൊന്ന് പോയി നോക്കൂ. ഇന്ന് ഏപ്രിൽ മാസം 29-ാം തീയതി രാവിലെ സൂര്യനല്ല, അതിനു പകരം ചന്ദ്രനാണ് ഉദിച്ചു വന്നിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചേ? എത്ര പേര് വിശ്വസിച്ചു? ഞാൻ ആണയിട്ട് പറയുന്നു. അപ്പൊ ആണയിടുവാണ്. എൻ്റെ ആണയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ ഒരു വിലയില്ല. ഈ ആണയൊന്നും പോരാ, അല്ലേ? നിങ്ങൾ സംശയമുണ്ടെങ്കിൽ പോയി നോക്കൂ. ആകാശത്ത് നിൽക്കുന്ന ചന്ദ്രനാണ്. ആരും വിശ്വസിച്ചില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പതുക്കെ ഇവൻ പറയുന്ന കേൾക്കണ്ട, ഇവൻ എന്തോ കുഴപ്പമുണ്ട്. എന്ത് സംഭവിച്ചു? ചെവി അടഞ്ഞു, അല്ലേ? ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു മീശയൊക്കെ വെച്ച് ഒരു ടീഷർട്ടൊക്കെ ഇട്ടുണ്ടെന്ന് നിങ്ങളോട് പ്രസംഗിക്കാമെന്ന് വിചാരിച്ചോ? നിങ്ങൾ വിളിക്കുകയല്ല, വേറൊരു കാര്യം. മീശ ഇല്ലാത്തതുകൊണ്ടാണ് എന്നെ വിളിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഇതെല്ലാമായിട്ട് നിങ്ങളോട് പ്രസംഗിക്കാമെന്ന് വിചാരിച്ചോ? ഞാൻ പ്രസംഗിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പകുതി പേരുടെ കണ്ണടഞ്ഞു പോകും, പകുതി പേരുടെ ചെവി ക്ലോസ് ആവും, പകുതി പേര് ഹൃദയത്തിൽ ഇത് കേൾക്കണ്ടെന്ന് തീരുമാനിക്കും. അഹങ്കാരം, ടീഷർട്ട് ഇട്ടുകൊണ്ടോ എന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലേ, ആർക്ക് വേണോ അവൻ്റെ പ്രസംഗം? അപ്പം തന്നെ നമ്മളെല്ലാം ഓഫാക്കി വയ്ക്കും, സിസ്റ്റം ഓഫാക്കും. പിന്നെ നമ്മൾ ആകെ കാണുന്നത് ഇവൻ്റെ ടീഷർട്ട്, ഇവൻ്റെ മീശ, ഇവൻ എന്ന് മാനസാന്തരപ്പെടും. അപ്പോൾ വചനത്തോട് മുഴുവൻ നമ്മൾ എന്തായി? ക്ലോസായി. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അപ്പം ഞാൻ എന്താ ചെയ്തത്? എനിക്ക് ടീഷർട്ട് ഇടാൻ വേണ്ടി, മീശ വയ്ക്കാൻ വേണ്ടിയും ഞാൻ സുവിശേഷത്തിൻ്റെ പ്രാഗൽഭ്യം ഇല്ലാതാക്കി. ഒത്തിരി പേരുടെ കണ്ണും മൂക്കും കണ്ണും ചെവിയും ഞാൻ അടച്ചു കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഈ കണ്ണും ചെവിയൊക്കെ അടയുന്നതെന്ന് പറയാൻ വേണ്ടിയാ ഒരു അവിശ്വസനീയമായ ഒരു വാർത്ത യെശയ്യാവിനെ ദൈവം ഏൽപ്പിക്കുക. ഇനി ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഈ ദർശനത്തിൽ കണ്ടത് ആരെയാണ്?
പിതാവിനെയാണോ പുത്രനെയാണോ? അഞ്ചാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. ആരാ സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരുന്നത്? പിതാവായ ദൈവം അല്ലേ? അല്ല, അത് പുത്രനായ ദൈവമായിരുന്നു. ഉറപ്പാണോ? ഓക്കെ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം ഒന്ന് വായിക്കാം. 12-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. വായിച്ചു. അവരെ വിട്ടു മറിഞ്ഞു. അവർ ഇത്ര വളരെ അടയാളങ്ങളെ അവൻ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല. അപ്പൊ അവൻ ആരാ? പിതാവാണോ പുത്രനാണോ? പുത്രൻ. അടുത്ത വാക്യം, കർത്താവേ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു. എത്ര അധ്യായം ഇത്? യെശയ്യാവിന്റെ എത്ര അധ്യായം? നോ. യെശയ്യാവിന്റെ എത്ര അധ്യായം? നോ. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? കർത്താവിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അത് എത്ര അധ്യായം? വെരി ഗുഡ്, 53. ഓക്കെ. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വചനം നിവൃത്തിയാകാനിട വന്നു. ആരിൽ വിശ്വസിച്ചില്ല? യേശു ക്രിസ്തു പല അത്ഭുതങ്ങളും ചെയ്തിട്ട് അവർ അവനിൽ വിശ്വസിച്ചില്ല. അടുത്ത വാക്യം, അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം യെശയ്യാവ് വേറൊരിടത്ത് പറയുന്നത്, അവർ കണ്ണുകൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും മനം തിരിയുകയും താൻ അവരെ സൗഖ്യമാക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ കണ്ണവൻ കുരുടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. ആരുടെ തേജസ് കണ്ട് ആരെക്കുറിച്ച് പ്രവചിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞത്? ഇത് എത്ര അധ്യായമാണ് ഈ ഇപ്പൊ വായിച്ച വാക്യം? അവർ കണ്ണുകൊണ്ട് കാണുകയോ എത്രാമത്തെ വാക്യമാ? എത്രാമത്തെ അധ്യായമാ? യെശയ്യാവ് 6. അപ്പൊ യെശയ്യാവ് 6 ഈ വാക്യങ്ങൾ യെശയ്യാവ് പറഞ്ഞത് ആരുടെ തേജസ് കണ്ട് ആരെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാ? പിതാവാണോ പുത്രനാണോ? ഇനി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിച്ചേ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ആരെ കുറിച്ചാ? ആരെ കണ്ടത്? ഇവര് കണ്ടത് പുത്രനെയാണ്. പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇനി കൊളോസി ലേഖനത്തിൽ പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ പൂർണ്ണത ദേഹരൂപമായി വസിക്കുന്നത് ക്രിസ്തുവിലാണ്. അവനിൽ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. അപ്പോൾ യെശയ്യാവിന് കിട്ടിയ അവിശ്വസനീയമായ ആലോചന എന്താണ്? യെശയ്യാവിന് കിട്ടിയ അവിശ്വസനീയമായ ആലോചന, ഒരു സ്ഥലത്ത് അവൻ കാണുന്നത് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഉന്നത സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ദൂതന്മാർ പോലും അവന്റെ മുമ്പിൽ വിറയ്ക്കുന്ന അത്ര വലിയ തേജസ്സിൽ വസിക്കുന്ന കർത്താവിനെ കണ്ട അതേ കണ്ണ് തന്നെ പിന്നെ കാണുന്നത് 53-ാം അധ്യായത്തിൽ തകർക്കപ്പെട്ട, ദാഹിച്ചു വിശന്ന് കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് നമ്മളിൽ ഒരുവനെ പോലെ ഈ മണ്ണിലൂടെ ഇറങ്ങി നടക്കുന്ന ഈ ദൂതന്മാർ പോലും ഭയപ്പെട്ടിരുന്ന കർത്താവിൻ്റെ ആ രൂപമാറ്റം, ആ ട്രാൻസ്ഫർമേഷൻ, ആ ഇൻകാർണേഷൻ, ഇത് യെശയ്യാവിന് വെളിപ്പെട്ട് കിട്ടിയതാണ്. ലോകത്തിൽ ആരോട് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റാത്ത ആ മാർമിക കാര്യം. ദൂതന്മാർ നോക്കുമ്പോൾ ദൂതന്മാർ വീണുപോയിട്ടും രക്ഷിക്കാൻ വരാത്ത കർത്താവ്, ദൂതന്മാർ ഭയപ്പെട്ട് വിറച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ്, മനുഷ്യനെ അന്വേഷിച്ചുകൊണ്ട് ഈ മരുഭൂമിയിൽ ചെയ്സിനെ പോലൊരുത്തനെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ അതേപോലൊരു ശരീരവുമായിട്ട്
ഈ മണ്ണിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നുവെന്ന് ഞങ്ങൾ ആരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണെന്നാണ് ചോദിക്കുന്നത്. യെശയ്യാവ് ദർശനം കണ്ട് 6-ാം അധ്യായത്തിലെ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പം അവിടെയാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം യെശയ്യാവ് പറയുന്നത്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് മുഴുവൻ മെശിഹായുടെ പ്രവചനങ്ങളാണ് യെശയ്യാവിൻ്റെ. അത് എങ്ങനെയാണ് ആ ദൂത് കിട്ടിയത്? അവൻ്റെ പാപങ്ങളെ കണ്ട ശേഷമാണ്. അവൻ്റെ പാപങ്ങളെ കണ്ട ശേഷമാണ്. കർത്താവിന് മുൻപിൽ അവൻ പൊളിഞ്ഞു പോയ ശേഷമാണ് അവന് കർത്താവ് ആരാണെന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ സുവിശേഷം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ പാപം എന്തുമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അവൻ്റെ മുമ്പിൽ തകരുകയും നിലവിളിക്കുകയും ചെയ്യുന്ന ആ ഒരു ക്രൈസിസ് ഇല്ലാതെ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ആ തലത്തിലേക്ക് പ്രവേശിക്കാനോ അവനെ കാണാനോ സാധിക്കില്ല. നമ്മുടെ കണ്ണ് അടഞ്ഞു തന്നെ ഇരിക്കും, നമ്മുടെ ചെവി മന്ദമായി തന്നെ ഇരിക്കും. അപ്പോൾ വചനം മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അത് നമ്മുടെ മാനസാന്തരമാണ്. അപ്പം ന്യായപ്രമാണം എന്തിനാ തന്നേക്കുന്നത്? നമ്മളെ നീതിമാന്മാരാക്കാൻ വേണ്ടി അല്ല ന്യായപ്രമാണം തന്നത്. പിന്നെ എന്തിനു വേണ്ടി തന്നത്? പാപികളാക്കാൻ വേണ്ടിയാണോ? അല്ല, പാപികളാണെന്ന് നമ്മളെ കാണിച്ചു തരാൻ വേണ്ടിയാണ്. രക്ഷയില്ല മക്കളെ എന്ന് പറയാൻ വേണ്ടിയാണ് ന്യായപ്രമാണം ദൈവം നമുക്ക് തന്നത്. അപ്പം ന്യായപ്രമാണം വായിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നേണ്ടത്? അയ്യോ കർത്താവേ, അയ്യോ കർത്താവേ എന്നാണ് തോന്നേണ്ടത്. അല്ലാതെ ഇപ്പം ശരിയാക്കി തരാം എന്നല്ല തോന്നേണ്ടത്. നമുക്കങ്ങനെ തോന്നുന്നേ, ഈ ഉപവാസ പ്രാർത്ഥനയോടെ ഞാനിത് ശരിയാക്കി എടുക്കും, ഞാൻ അനുസരിക്കും ഇന്നല്ല തോന്നണ്ടേ. പിന്നെ എന്താ തോന്നേണ്ടത്? യെശയ്യാവിനെ പോലെ, അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ളവരുടെ ഇടയിൽ കിടക്കുന്ന ഒരു നികൃഷ്ടനായ മനുഷ്യൻ, ഇങ്ങനെ തോന്നേണ്ടത്. കർത്താവേ, നീ എന്നെ ശുദ്ധീകരിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതാണ് ശരിക്കും റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിപ്പൻറ്റൻസിൻ്റെ തലത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ക്രിസ്തു ആരാണ് എന്നുള്ള കാര്യം നമുക്ക് വെളിപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതായിരുന്നു, എന്തിനാണ് കർത്താവ് ആണയിടുന്നതെന്നുള്ളത്. കാരണം കർത്താവിൻ്റെ വിശ്വസ്തത കുറവുകൊണ്ടല്ല, അവൻ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വെന്നല്ലാത്തത് കൊണ്ടല്ല, പിന്നെയോ ഈ ഒരു സന്ദേശം ഒരു മനുഷ്യനെ പോലെ പാപിയായ ഒരുത്തൻ വിശ്വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? അതിൻ്റെ കൂടെ ദൈവം ഒരാണ ഇടേണ്ടത് ആവശ്യമായിരുന്നു. കാരണം ആണ ഇട്ടിട്ട് പോലും ഇന്ന് നമുക്ക് പ്രത്യാശ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ്. കർത്താവ് ആണയിട്ട് പറഞ്ഞ കാര്യങ്ങൾ പോലും നമുക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പ്രവാചകൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ വിശ്വസിക്കുന്നു. ഒരു പ്രവാചകൻ എന്ന് പറയാണ്, നിങ്ങൾ വലിയ കഷ്ടതയിലാണ് ഇരിക്കുന്നത്, ഈ ജൂൺ മാസത്തോടെ നിങ്ങൾക്കൊരു വിടുതൽ കിട്ടും. ഉടനെ നമ്മൾ എന്ത് പറയും? കർത്താവേ സ്തോത്രം. പിന്നെ അതങ്ങ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, ജൂൺ മാസത്തിൽ അവിടെ നിന്ന് വെച്ചിരിക്കുന്ന വീട്. അപ്പോൾ അതുവരെ കഷ്ടപ്പാടാണെങ്കിലും ജൂണിൽ എന്ത് സംഭവിച്ചോളും? വിടുതൽ സംഭവിച്ചു. അത് വിശ്വാസമാണ്. പക്ഷെ ബൈബിളിൽ ദൈവം എഴുതി തന്ന വാഗ്ദത്തം ഒരു വിശ്വാസവും ഇല്ല. ഇതെന്താണ് ഈ വാഗ്ദത്തം? എന്താണ് ഈ അവിശ്വസനീയമായ കാര്യം? എന്താണ് കർത്താവ് നമ്മളോട് ആണയിട്ട് പറഞ്ഞത്? ഇന്നലെ നമ്മൾ എബ്രഹാമിൻ്റെ കഥ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അവനെ വിളിച്ച് വെളിയിൽ കൊണ്ടുപോയിട്ട് കർത്താവ് അവനോട് പറഞ്ഞു, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആകും എന്ന് പറഞ്ഞു എന്നല്ല കേട്ടോ, എന്ന് കൽപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. ഇറ്റ് വാസ് ആൻ ഓർഡർ ദാറ്റ് ഗോഡ് പാസ്ഡ്. അബ്രഹാമേ, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആകും കേട്ടോ എന്ന് പറയുകയല്ല, ആകുമെന്ന് അവനോട് കൽപ്പിച്ചു. ഹി ഓർഡേഡ്, ഹി പാസ്ഡ് ആൻ ഓർഡർ. അപ്പോൾ അതൊരു ആണയായിട്ടാണ് എബ്രഹാം ഏറ്റെടുക്കുന്നത്. ഇവിടെ എബ്രായ ലേഖനത്തിൽ പറയുന്നത് 6-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് 16-ാം വാക്യം, തങ്ങളെക്കാൾ വലിയവരെ കൊണ്ടല്ലോ മനുഷ്യൻ സത്യം ചെയ്യുന്നത്, ആണ് അവർക്ക് ഉറപ്പിനായി സകല ഭാഗത്തിൻ്റെയും തീർച്ചയാകുന്നു. അപ്പം ദൈവം പക്ഷെ അവനെ കൊണ്ട് തന്നെ ആണയിട്ടത്. കാരണം ദൈവത്തിന് മുകളിൽ വേറെ ആരും ഇല്ല. നമ്മൾ ആണയിടുമ്പോൾ എപ്പോഴെങ്കിലും നമ്മളെയൊക്കെ ചെറിയവരെ വെച്ച് ആണിടാറുണ്ടോ? ഇല്ല. നമുക്ക് പ്രഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളെ വെച്ച് ആണിടുന്നത് അല്ലേ? ഇപ്പം നമ്മൾ പറയോ, ഈ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളമാണേ സത്യം എന്ന് പറയുമോ? അത് പോയാൽ നമുക്ക് തന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ അത് കാണുകയില്ല. ഇങ്ങനെയുള്ള സാധനങ്ങളെക്കുറിച്ച് ആരും ആണയിടാറില്ല. ആണയിടുന്ന എപ്പോഴും നമ്മൾ വാല്യൂ കൊടുക്കുന്ന. അപ്പോൾ ദൈവം അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവനെ കൊണ്ട് തന്നെ ആണയിട്ടിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു?
ആണയാലും ഉറപ്പ് കൊടുത്തു. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ചുകൊണ്ട് ഒരാണയാലും ഉറപ്പ് കൊടുത്തു. അപ്പം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്കെല്ലാം ദൈവം എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരാണയാലുള്ള ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം എബ്രഹാമിന്റെ വിശ്വാസം എന്താണോ അത് ആണയാലുണ്ടായതാണ്. അതുപോലെ നമ്മുടെ വിശ്വാസം എങ്ങനെ വരുന്നതാണ്? ദൈവമിട്ട ഒരാണയാൽ വരുന്നതാണ്. മനസ്സിലായോ? ഓക്കെ. ഇപ്പൊ ആണ എന്താന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ. ഇപ്പൊ പ്രത്യാശ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്, നമ്മൾ പിടിച്ചിട്ടില്ല. അതല്ലേ അവസ്ഥ? നമ്മളെ വിളിച്ചപ്പോൾ ഒരു പ്രത്യാശയോട് വിളിച്ചാണ്, നമ്മുടെ കയ്യിലപ്പോൾ അതില്ല. പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ പ്രത്യാശ പിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ ശരണത്തിനായി. അപ്പൊ പ്രത്യാശ പിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ ശരണത്തിനായി ഓടിച്ചെല്ലണം. ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കുവാൻ ഇടവരുന്നു. അപ്പോൾ ഈ പ്രത്യാശ എങ്ങനെ ഉണ്ടാകുന്നത്? പ്രത്യാശ നമുക്ക് പിടിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഇത് എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന, നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് നോക്കി, എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം ദൈവത്തിൻ്റെ മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കുന്നു. പറഞ്ഞു, പിടിച്ചോടാ പ്രത്യാശ എന്നുള്ള ശക്തമായൊരു പ്രബോധനം എനിക്ക് കിട്ടുന്നു. മനസ്സിലായോ? ആ പ്രബോധനം എനിക്ക് ലഭിക്കുന്ന ഒരു ആണയോടെയാണ്. അപ്പം ഞാൻ ധൈര്യമായിട്ട് ഇത് പിടിക്കാനുള്ള കാരണം എന്താ? എൻ്റെ മേൽ, ഈ പ്രത്യാശയുടെ മേൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ ആണയുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാൽ, അടുത്ത വാക്യം, ആ പ്രത്യാശ ഏതാ? ഇങ്ങനെ ശക്തിയുള്ള പ്രബോധനത്താൽ വന്ന പ്രത്യാശ നമ്മുടെ ആത്മാവിന് ഒരു നങ്കൂരം തന്നെ. അപ്പൊ നമ്മുടെ ആത്മാവ് ഉറച്ചു നിൽക്കുന്ന ഏത് പ്രത്യാശയിലാ? നങ്കൂരം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു കപ്പല് വെള്ളത്തിൽ നിൽക്കാൻ വേണ്ടി ആ കടലിൻ്റെ അടിത്തട്ടിലേക്ക് വിടുന്ന ഉറപ്പുള്ള ഒരു, എന്താ അതിന് പറയുന്നത്, ആങ്കർ, നങ്കൂരം. അത് താഴെ എവിടെ പോയി ഉടക്കണം? അത് താഴെ ഉറപ്പുള്ള ഗ്രൗണ്ടിൽ അത് പോയി ഉടക്കിയെങ്കിൽ മാത്രമേ ഈ കപ്പലിന് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഓക്കെ. ഇനി ആ കപ്പലിൻ്റെ നങ്കൂരം ഇങ്ങനെ എറിഞ്ഞിട്ട് അത് കറങ്ങി വന്ന് ആ കപ്പലിൽ തന്നെ ഉടക്കുവാണെങ്കിലോ കപ്പലിന് എന്തെങ്കിലും സ്റ്റെബിലിറ്റി ഉണ്ടാവുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, തലയ്ക്കകത്തോട്ട് ചിന്തിച്ച് നോക്കിയേ. നമ്മളൊരു ബോട്ട് കരയോട് അടുപ്പിച്ചിട്ട് ഈ കരയിൽ കെട്ടിയിടത്തില്ലേ? നിങ്ങളൊന്നും കണ്ടിട്ടില്ലേ? കൊല്ലത്ത് ഈ പരിപാടിയൊന്നും ഇല്ലേ? കൊല്ലത്ത് ഇതൊക്കെ ഒത്തിരി ഉണ്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ലെ, ബോട്ട് അടുപ്പിച്ചിട്ട് നമ്മളങ്ങ് ഇറങ്ങിയങ്ങ് പോവാണോ? ബോട്ടിൻ്റെ ഒഴുകി പോകും. അപ്പോൾ എന്ത് ചെയ്യണം? ഇതൊരു കയറെടുത്ത് കെട്ടി ഏതെങ്കിലും തൂണിൽ ബന്ധിച്ച് വെക്കണം, അല്ലേ? ശരിയല്ലേ? ഇനി അങ്ങനെ കെട്ടി തൂണിൽ ബന്ധിക്കുന്നതിന് പകരം ഈ കയറെടുത്ത് ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ തന്നെ ബാക്കിൽ കെട്ടിവെച്ച് എങ്ങനെ ഉണ്ടായിരിക്കും? ഞാൻ നങ്കൂരം ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബോട്ട് കുറേ കഴിയുമ്പോൾ എവിടെ കാണും? നടുക്കടലിൽ കാണും. കായൽ വഴി ഒഴുകി എങ്ങനെ നിന്നോളൂ? ഈ കടലിലേക്ക് അങ്ങ് ചെന്നോളൂ. അപ്പോൾ നങ്കൂരം, ഇന്ന് നമുക്ക് പ്രത്യാശ പോയതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ആർക്ക് പറയാം? ഈ പ്രത്യാശയുടെ നങ്കൂരം നമ്മൾ ഇട്ടിരിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിന്മേലില്ല. ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ സ്വഭാവം നന്നായി ഞാൻ ശരിയായി പൊക്കോളും. അപ്പോൾ എൻ്റെ പ്രത്യാശ മുഴുവൻ എവിടെ ഇരിക്കുന്നത്? എൻ്റെ മേലെ ഇരിക്കുന്നത്, അല്ലേ? അപ്പം എൻ്റെ മേലിരിക്കുമ്പം നിമിഷ നേരം കൊണ്ട് നമ്മൾ ഒഴുകി അങ്ങോട്ട് പോകും. ഈ വാരിധി അല്ല, നഗരവാരിധിയാണ് കൺഫ്യൂഷൻ ആയല്ലോ. നഗരവാരിധി നടുവിൽ ഞാൻ ഈ ലോകമാകുന്ന മഹാകടലിൽ നിമിഷ നേരം കൊണ്ട് ഞാൻ എത്തും. അങ്ങനെ എത്താതെ എന്നെ പിടിച്ചു നിർത്തുന്ന എന്താണ്?
ഞാൻ നീന്തുന്ന ഈ ലോകത്തിനപ്പുറത്തുള്ള ഒരു സ്ഥലത്തു നിന്നുള്ളൊരു നങ്കൂരമാണ് എന്നെ എന്ത് ചെയ്യുന്നത്. അപ്പൊ പ്രത്യാശ നമുക്ക് എന്തുവാ? നമ്മുടെ ആത്മാവിന് ഒരു നങ്കൂരമാണ്. ഈ പ്രത്യാശ എന്തിനെ ആസ്പദമാക്കി ഇരിക്കുന്നത്? നമ്മളെ ആസ്പദമാക്കിയല്ല, ദൈവം തന്ന ശക്തിയുള്ള പ്രബോധനത്തെ ആസ്പദമാക്കിയിരിക്കുന്നത്. എന്താ പ്രബോധനം? ഞാൻ നിന്നെ രക്ഷിക്കും, പ്രത്യാശ നീ ധൈര്യമായിട്ട് പിടിച്ചോ, നീ പ്രത്യാശ ഇല്ലാത്തവനാകണ്ട എന്ന് കാണിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? അതിശക്തമായ 2 കാര്യങ്ങളാൽ ആണയിട്ട് നമുക്കത് വ്യക്തമാക്കി. അടുത്ത വാക്യം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിനൊരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും. അപ്പൊ നമ്മുടെ പ്രത്യാശ എങ്ങനെയുള്ളതാണ്? നിശ്ചയവും സ്ഥിരവും. അത് ഇന്ന് മാറുന്ന നാളെ വേറൊരു രീതിയിലല്ല. ഒരുത്തന് പ്രത്യാശ ദൈവം അവൻ്റെ ഉള്ളിൽ തന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ്? നിശ്ചയവും സ്ഥിരവും തിരശീലക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. ഈ തിരശീല എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ തിരശീല ഉപയോഗിക്കുന്നത്? കുറെ കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയാ അല്ലെ? തിരശീല മറയ്ക്കാൻ വേണ്ടിയാ. അപ്പൊ തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് കിടക്കുന്നെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ നങ്കൂരം മറയ്ക്കപ്പുറത്തേക്ക്, മറയാണ്, അതിനപ്പുറത്തേക്ക് എന്ത് കടന്നിരിക്കുക? ഈ നങ്കൂരം കടന്നിരിക്കുക. അപ്പൊ മറയ്ക്കപ്പുറത്ത് എന്താ ഉള്ളത്? കാണാത്ത കാര്യങ്ങൾ അല്ലേ? മറയ്ക്കിപ്പുറത്തുള്ളതല്ലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഈ നങ്കൂരം, പ്രത്യാശയാകുന്ന നങ്കൂരം എവിടാ പോയി ഉടക്കിയിരിക്കുന്നത്? തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തുള്ള നിത്യമായ രാജ്യത്തിലാണ് എൻ്റെ പ്രത്യാശയുടെ നങ്കൂരം പോയി വീണിരിക്കുന്നത്. ഒരു നിമിഷവും സങ്കല്പിച്ച് നോക്കി, അങ്ങനൊരു നങ്കൂരം നിങ്ങൾക്ക് അവിടെ വീണിട്ടുണ്ടെങ്കിൽ ഈ ഭൂമി മുഴുവൻ പോയാലും, ആകാശത്തിലെ ശക്തി ഇളകിപ്പോയാലും, ഇവിടെ കോവിഡ് അല്ല അതിനേക്കാൾ വലിയ ഗുലുമാല് വന്നാലും, ഭൂമി തന്നെ ഇല്ലാതായാലും, ഞാൻ ആ നങ്കൂരത്തിൽ തൂങ്ങിക്കിടക്കും. കാരണം എന്താ? എൻ്റെ ആത്മാവ് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെയുള്ള ഒരു സാധനത്തിന്മേലുമല്ല, അത് എൻ്റെ മേലുമല്ല, അത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ മേലാണ് ഈ നങ്കൂരം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എത്ര പേർക്ക് നങ്കൂരമുണ്ട്? ഉണ്ടോ? സ്വർഗത്തിൽ പോവോ? ഇപ്പോഴും സംശയമാണ്. ഓക്കെ, ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ചോദിച്ചോളാം. ഈ നങ്കൂരത്തിനപ്പുറത്തേക്ക് ഈ 2 കാര്യങ്ങളെന്നുള്ളവിടെ കിടക്കുവാണേ, അതുവരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അടുത്ത വാക്യം. എന്താണ് തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് ഈ നങ്കൂരം എവിടെയാണ് കൊളുത്തിയിരിക്കുന്നത്? തിരശ്ശീലയ്ക്ക് അപ്പുറത്താന്ന് ചുമ്മാ പറഞ്ഞാൽ പോരല്ലോ. തിരശ്ശീലയ്ക്ക് അപ്പുറത്തുള്ളതാണെന്നുള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടണം നിർബന്ധമില്ല. കാരണം ഈ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് എവിടെയെങ്കിലും അത് കൊളുത്തിയിട്ടുണ്ടോന്ന് അറിയണ്ടേ? കടലിനടിയിൽ നങ്കൂരം മുട്ടിയാൽ പോരാ, അതെന്ത് ചെയ്യണം? അവിടെ ഹുക്കാവണം അല്ലേ? അടുത്ത വാക്യം. എവിടെയാണ് കൊളുത്തിയിരിക്കുന്നത്? എവിടേക്ക്? ഈ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക്, നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരം ഇരിക്കുന്ന സ്ഥലത്തേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതനായി മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അപ്പൊ എവിടെയാണ് ഇത് പോയി ഉടക്കിയിരിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിലാണ് നമ്മുടെ പ്രത്യാശ പോയി ഉടക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയുള്ളതാണ്? നിശ്ചയമാണ്, സ്ഥിരമാണ്, തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് കടന്നതാണ്, നമ്മുടെ മേൽ ആശ്രയിക്കുന്നതല്ല, രക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തിൽ ഉള്ള ആശ്രയമാണ് ആ പ്രത്യാശയുടെ അടിസ്ഥാനം. ഇനി നമുക്ക് ആ 2 കാര്യങ്ങൾ എന്താ? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്. യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യത്തിലുള്ള 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അവൻ നമുക്ക് വേണ്ടി ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള യാഗം കഴിച്ചു. ഈ യാഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ യാഗം ഒരിക്കൽ മാത്രമേ ഉള്ളൂ, രണ്ടാമതില്ല. നമ്മൾ സാധാരണ എല്ലാ മതങ്ങളിലും ആവർത്തിക്കുന്ന സാക്രിഫൈസസാണ് ഉള്ളത്. ഞാൻ പണ്ട് പോയിക്കൊണ്ടിരുന്ന ഓർത്തഡോക്സ് ചർച്ചിലെ ആവർത്തിക്കുന്ന കുർബാനകളുണ്ടായിരുന്നു.
അവസാനം മരിക്കാൻ കിടക്കുമ്പോൾ അച്ഛൻ ഒരു കുർബാന കൂടെ തരുന്നതോടുകൂടി നമ്മൾ ഓക്കെ ആയി നമ്മൾ വിചാരിക്കുമെങ്കിലും ചാവുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആദമുള്ളത് കൊണ്ട് അവസാനം ഇത്തിരി കുശുമ്പോടുകൂടിയാണ് മരിച്ചതെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇത്രയും നാളും ഏറ്റ കുർബാന കൊണ്ടൊന്നും ഫലമില്ല. ആ ഒരു കുശുമ്പ് കാരണം ഞാൻ നരകത്തിലേക്ക്, കാരണം ഊനമുള്ളതൊന്നും സ്വർഗത്തിൽ പോവില്ല. അപ്പോൾ അതിന് പരിഹാരം വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്തു ചെയ്യും? എൻ്റെ കാര്യം അവതാളത്തിലായി. അപ്പോൾ ഈ 40 ദിവസം വരെ ആത്മാവ് ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുമെന്നാണ്. കാരണം കർത്താവ് 40 ദിവസമാണല്ലോ പോയത്. അപ്പം ഇവിടെ മരിക്കുന്നവർ 40 ദിവസം ഇവിടെയൊക്കെ കാണും. അപ്പോൾ അതിനു മുമ്പ് എന്ത് ചെയ്യണം? പിന്നെയും കുർബാന അർപ്പിക്കും. 9ാമത്തെ ദിവസം അച്ഛൻ വന്ന് പിന്നെയും കുർബാന കഴിക്കും. അപ്പോൾ തീരേണ്ടതാണല്ലോ ന്യായമായിട്ടും. പിന്നെ പാപം ചെയ്യാൻ ഞാനില്ലല്ലോ. പക്ഷെ തീരെയല്ല. 40 ദിവസം അച്ഛൻ പിന്നെയും വരും, തീരില്ല. വർഷാവർഷം വീണ്ടും വീണ്ടും വരും. പക്ഷെ വീണ്ടും വീണ്ടും ഇത് ചെയ്യുമ്പോഴും ഏതെങ്കിലും ഒരു കുർബാന എഫക്റ്റീവ് ആയെന്നോ ഇതോടെ ഇവൻ ഓക്കെ ആവുന്നോ സ്വർഗത്തിൽ പോകുന്നൊന്നും ഒരു ഗ്യാരണ്ടിയും തരാൻ ആരെക്കൊണ്ടും പറ്റിയല്ല. കാരണം എന്താ? അവർക്ക് ഈ കുർബാനയുടെ കൂടെ ഈ ആണ എന്ന് പറയുന്ന സാധനം ഇല്ല. കാരണം ഈ കുർബാന അർപ്പിച്ച അച്ഛൻ തന്നെ നാളെ കാണുകയല്ല, എവിടെയാണെന്ന് ഉടയതമ്പരാന് മാത്രമേ അറിയത്തുള്ളൂ. അത് ഞാനിത് ചുമ്മാ പറയുന്നതല്ല. ഇവിടെ എങ്ങനെ തന്നെ എബ്രായ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. 7-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, ആണ കൂടാതെ പുരോഹിതന്മാരായി തീർന്നവർ അനേകരാകുന്നു. അവർക്ക് മരണം നിമിത്തം മാറ്റം വരിക കൊണ്ട് അവർക്ക് അവരുടെ വാക്ക് പാലിക്കാനൊന്നും ഉള്ള കഴിവില്ല. എന്നാൽ കർത്താവ് അങ്ങനെയല്ല. അവൻ ഏകയാഗം കഴിച്ചു എന്ന് മാത്രമല്ല, 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് അത് ശരിക്കും തന്നോട് അരുളി ചെയ്തവനിട്ട് ആണയോടുകൂടെ തന്നെ 22-ാം വാക്യം, ആണ കൂടാതെ അല്ല എന്നതിനൊത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. അപ്പം ഈ ആണ എന്ന് പറയുന്നത് യേശുവിൻ്റെ മഹാപൗരോഹിത്യത്തെക്കുറിച്ചുള്ളതാണ് എന്ന് ഈ അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ പറയുന്നു. 7-ാം അധ്യായത്തിൽ. ഓക്കെ, എന്നിട്ട് പറയാണ് 25-ാം വാക്യത്തിൽ 23-ാം വാക്യത്തിൽ, മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാരായി തീർന്നവർ അനേകരാകുന്നു. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അപ്പോൾ ഈ മഹാപുരോഹിതൻ ഒരിക്കലും മരിക്കുന്നില്ല. അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ചേസിനെ രക്ഷിക്കണേ എന്ന് പിതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. പറയുന്നുണ്ടോ ഇല്ലയോ? അപ്പം യേശുക്രിസ്തു പിതാവിനോട് പറയാം, ചേസിനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് അവൻ എനിക്ക് വേണ്ടി മരിച്ച് യാഗം കഴിച്ച് പുനരുത്ഥാനം ചെയ്ത ശേഷം അവൻ എനിക്ക് വേണ്ടി പിന്നെയും അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശരിക്കും പിതാവ് ഇത് കേൾക്കാതിരിക്കുമോ? ഇത് കേട്ടിട്ടൊരു വിശ്വാസം വരുന്നില്ല. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? എൻ്റെ ദൈവമേ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഉറപ്പാണ് ഏതാ? അവൻ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് മാത്രമല്ല, അവൻ എനിക്ക് വേണ്ടി ഇപ്പോഴും പക്ഷപാതം ചെയ്യുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് നോക്കിയേ, 17-ാം വാക്യം, 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാനിനി ഓർക്കുകയുമില്ല. ഇത് പുതിയ നിയമത്തിനെ കുറിച്ചുള്ള പഴയ നിയമത്തിൻ്റെ വാഗ്ദത്തമാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 31 മുതലുള്ള വാക്യങ്ങളിൽ ഇതുണ്ട്. അത് ഇങ്ങനെയാണ്, അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാനിനി ഓർക്കുകയില്ല എന്നരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. അപ്പം എന്ത് പാപം മോചിക്കാൻ നമുക്ക് എന്ത് മതി? എന്നേക്കുമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഗുണകരമായ രക്തത്താൽ നമ്മുടെ എല്ലാ പാപങ്ങളും എല്ലാ മോമെൻറ്റിലും കഴുകപ്പെട്ടിരിക്കുന്നു. In every moment we live, that blood speaks to us and cleanses us from all our iniquities. അപ്പോൾ ഒറ്റ യാഗത്തിൻ്റെ നിഴൽ അതിപ്പോഴും നമ്മൾ ജീവിക്കുന്ന ആ യാഗത്തിൻ്റെ കീഴിലാണ്. അതുകൊണ്ടാണ് നമ്മൾ അപ്പം നുറുക്കിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത്. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട നീ എത്രയോ യോഗ്യനായ കർത്താവ്. പുതിയ നിയമത്തിൻ്റെ ആരാധന അതാ. അല്ലാതെ കഴിഞ്ഞ ആഴ്ചവട്ട കാലം മുഴുവൻ ഞങ്ങളെ ക്ഷേമമായി കാത്തു അല്ല പുതിയ നിയമത്തിൻ്റെ ആരാധന. അത് അംബാനിയുടെ ആരാധനയാണ്. കാരണം അംബാനിയെ ദൈവം കഴിഞ്ഞ ആഴ്ച കാത്തു. നമ്മുടെ ആരാധന എന്തോ? കർത്താവേ, മഹാപുരോഹിതനെ ഞങ്ങൾക്കായി തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പാപങ്ങൾ പരിഹരിക്കുവാനും ഞങ്ങളെ നിത്യമായി സ്വർഗത്തിലിരുത്തുവാനും അവൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ മക്കളാക്കി മാറ്റുവാനും നിനക്ക് കരുണ തോന്നിയതിനായിട്ട് സ്തോത്രം. അതിനായി നീ നിന്റെ ദേഹം എന്ന തിരശീല കീറി ഞങ്ങൾക്ക് പുതുവഴി തുറന്നതിനെ ഞങ്ങൾ ഈ അപ്പം നുറുക്കുന്നതിലൂടെ ഓർക്കുന്നു.
അത് അപ്പം നോക്കുമ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ എല്ലാ ആരാധനകളും കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് മാത്രമാണ്. അവൻ നമുക്കായി നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ലായിരുന്നു. നമ്മൾ ഓരോ സമയത്തും സ്തോത്രം ചെയ്യുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് കഴിഞ്ഞ ആഴ്ച നമ്മളെ നടത്തിയ ദൈവം വിശ്വസ്തനാ. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളറിയോ, കോവിഡ് വന്നപ്പം സാധാരണ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം അനേകം ആളുകൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ, കർത്താവെ ഞങ്ങൾക്ക് ജീവനുള്ളവരുടെ ദേശമായ കൊല്ലത്ത് കുണ്ടറയിൽ കുറച്ച് നാൾ കൂടെ ജീവിക്കാൻ നീ എനിക്ക് അവസരം തന്നതിനായിട്ട് സ്തോത്രം. നിങ്ങൾ എന്താ ശരിക്കും പ്രാർത്ഥിച്ചെന്നറിയോ? കർത്താവെ, ഈ കഴിഞ്ഞ ആഴ്ചയിൽ അനേകം വിശുദ്ധന്മാരെ നീ നിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി, എന്നെ നിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാതെ ഇവിടെ തന്നെ ഇട്ടതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല എന്നാണ് പറഞ്ഞത്. ദൈവത്തോട് നമ്മൾ ഇത്രയും ക്രൂരത കാണിക്കരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു കൊച്ചു പറയുക, അപ്പൻ എല്ലാ സമയത്തും വന്ന് കഷ്ടപ്പെട്ട് എന്നെ കൊണ്ടുപോകും, ഈ പ്രാവശ്യം എന്നെ വീട്ടിൽ കൊണ്ടുപോകാതെ ഈ ഹോസ്റ്റലിൽ തന്നെ ഇട്ടതിന് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് ആ കൊച്ചു പറഞ്ഞ അപ്പനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ? സന്തോഷമായോ? അപ്പം ഇനി അങ്ങനെ സ്തോത്രം ചെയ്യരുത്. എങ്ങനെ സ്തോത്രം ചെയ്യണം? ജീവിച്ചാലും മരിച്ചാലും കർത്താവെ നിൻ്റെ മഹത്വത്തിനായി മാറണം. എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല, എങ്ങനെ ജീവിച്ചു. കർത്താവ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നോ? അവൻ്റെ ജീവനാണോ എന്നിൽ വ്യാപരിച്ചത്? ഒരൊറ്റ വിഷയത്തിന്മേലെ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയത മുഴുവൻ മാറും. അപ്പം നമ്മൾ നന്ദി പറയുന്ന മുഴുവൻ ഈ ക്രൂശിലെ യാഗത്തെ ഓർത്തിട്ടായിരിക്കും. പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം യാഗം കഴിച്ച് ദൈവത്തെ ആരാധിച്ചു. പുതിയ നിയമ വിശുദ്ധന്മാർക്ക് യാഗം കഴിക്കണ്ട, യാഗം ഓർത്താൽ മതി. ഞങ്ങൾക്ക് വേണ്ടി യാഗമായി മാറിയ കർത്താവ് ഉള്ളതുകൊണ്ട് ഇനി പാപങ്ങൾക്കൊരു യാഗവും ആവശ്യമില്ല എന്ന് അടുത്ത വാക്യത്തിൽ പറയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, 19-ാം വാക്യം, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തം ഇന്നും ഗുണകരമായി സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും പാപത്തിൽ വീണുപോയി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിശാച് നിങ്ങളോട് പറയും, അടുത്ത് പോകണ്ട, നിന്നെ ഒന്നും കർത്താവ് മൈൻഡ് ചെയ്തില്ല, നീ രക്ഷിക്കപ്പെട്ടൊന്നുമല്ല, അല്ല ഇങ്ങനത്തെ പാപം ചെയ്യൂലല്ലോ, അതുകൊണ്ട് നീ പോയതാണ്, അതുകൊണ്ട് നിനക്ക് വലിയ ഹോപ്പൊന്നും ഇല്ല എന്ന് ആര് പറയും? ഈ പിശാച് പറയും. ഈ പിശാച് തരുന്ന ഈ മനസാക്ഷിയാണ് ദുർമനസാക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ ദുർമനസാക്ഷി വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് ചെല്ലുകയല്ല? ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലില്ല, നമ്മൾ വേറെ വഴിക്ക് പോകും. നമ്മുടെ കർത്താവ് എന്നെ തള്ളിക്കളഞ്ഞാണ്, ഇനി കർത്താവിൻ്റെ അടുത്തോട്ട് പോകാൻ എനിക്ക് പറ്റിയില്ല എന്നൊക്കെ ചിന്തിക്കും. ഓക്കെ, വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതന് നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല? എപ്പോൾ വേണമെങ്കിലും കർത്താവിൻ്റെ അടുത്ത് പ്രവേശിക്കാം. ആ പ്രവേശനം എടുത്തു മാറ്റപ്പെടുന്നില്ല. നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ വിട്ടുവിട്ട് ദൂരോട്ട് പോവുകയല്ല ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ ഓർപ്പിക്കുന്നത്, നീ അടുത്തു വാ, നിന്റെ പാപങ്ങൾ പരിഹരിക്കാൻ ഞാനല്ലാതെ വേറെ ആരുമില്ല, ഈ പാപങ്ങൾക്ക് ഈ ഒരു യാഗമല്ലാതെ വേറൊരു യാഗവുമില്ല, എവിടെ പോയാലും നീ രക്ഷപ്പെടുകയില്ല, നീ എൻ്റെ അടുത്തേക്ക് വരുവാനുള്ള ആഹ്വാനം മാത്രമല്ല, അതിനായിട്ട് എപ്പോഴും ഈ വാതിൽ തുറന്നു തന്നെ കിടക്കുന്നു. ഏത് വിശ്വാസിക്കും ഏത് സമയത്തും പ്രവേശിക്കാൻ തക്കവണ്ണം യേശുക്രിസ്തുവിൻ്റെ രക്തം ഗുണകരമായി സംസാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പാപത്തിലാണോ, അഡിക്ഷനിലാണോ, എന്തെങ്കിലും വൈരാഗ്യം ബുദ്ധി ആരുടെങ്കിലും ഉണ്ടോ, നിങ്ങൾക്കത് ക്ഷമിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ അകന്നു പോവുകയല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? അടുത്ത് ചെല്ലണം. അതിനുമുള്ള പരിഹാരമാണ് കർത്താവ് വരുത്തിയിരിക്കുന്നതെന്ന് വിശ്വസിക്കണം. അതുകൊണ്ട് ദുർമനസാക്ഷി ഡെവലപ്പ് ചെയ്യരുത്, നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കരുത്. പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളാൻ എബ്രായ ലേഖന കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു. ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് വീണ്ടും വീണ്ടും ചെന്നുകൊണ്ടിരിക്കാൻ നമുക്ക് കഴിയുന്നതിൻ്റെ കാരണം ആ ശരീരം നമുക്കായി അറുക്കപ്പെട്ടു, ആ രക്തം നമുക്കായി നൽകപ്പെട്ടു. അപ്പോൾ നമ്മൾ ഒരിക്കലും കട്ട് ഓഫ് ആയി പോവുകയല്ല ചെയ്യുന്നത്, നമ്മൾ അങ്ങോട്ട് കയറി പോകാതിരിക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ രക്തം ഇന്നും നമ്മെ വിടുവിച്ചുകൊണ്ടേയിരിക്കുന്നു. വി ആർ സേവ്ഡ്, വി ആർ ബീയിങ് സേവ്ഡ്. അവൻ നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞു, രക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവൻ നമുക്ക് വേണ്ടി യാഗം കഴിച്ചു, അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ്റെ രക്തം കൊണ്ട് അവൻ എന്നേക്കുമേ നമുക്കൊരു പ്രായശ്ചിത്തം വെച്ചിരിക്കുന്നു. അടുത്ത വാക്യം പറയാണ്, പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. എത്ര പേർക്ക് വിശ്വാസം ഉണ്ടായി? ഇനി ഇത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ പറയണം ഇതിൻ്റെ കൂടെ. ഈ അന്ത്യകാലത്ത് ഏറ്റവും ശക്തമായി വരുന്ന രണ്ട് എതിർ ക്രിസ്തുക്കളിൽ
സത്യം പറഞ്ഞ 3 എതിർ ക്രിസ്തുക്കളാണ് ഉള്ളത്. അതിൽ 2 ഉത്ഭവിച്ചത് എൻ്റെ അറിവിലാകട്ടോ. 5-8 ഒത്തിരി എണ്ണം കാണും. പക്ഷേ എതിർ ക്രിസ്തുവിൻ്റെ മർമ്മങ്ങൾ, ഞാൻ എതിർ ക്രിസ്തു 3 എന്നുള്ളതിലല്ല, എതിർ ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങൾ, വെളിപ്പെടലുകൾ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ സഭയ്ക്കകത്ത് കാണുന്ന 2 പ്രധാന വെളിപ്പെടലുകളുണ്ട്. ഒന്ന് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു വിഷയം ഉണ്ടായാൽ, ഒരു പ്രയാസം ഉണ്ടായാൽ, നിങ്ങൾ ആരോടാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത്? പെട്ടെന്ന് പറ. പാസ്റ്ററോട്. എന്താ പാസ്റ്ററോട് പറയുന്നേ? വേറെ ആരോടും പറയാതെ പാസ്റ്ററോട് പറയാൻ കാരണം എന്നാ? ഈ പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ എന്തേലും പ്രയോജനമുണ്ടോ? എന്താ നിങ്ങളുടെ അനുഭവം? പാസ്റ്റർ പുറകിരുന്ന് ചിരിക്കുന്നുണ്ട്. ഈ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ആഹാ. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണോ കൂടുതൽ പ്രയോജനം, പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോഴാണോ കൂടുതൽ പ്രയോജനം? ബാക്കിയുള്ളവർ പ്രാർത്ഥിക്കുമ്പോഴോ? എപ്പോഴാണ് കൂടുതൽ എഫക്റ്റ് ചെയ്തിന്? ശരി, വേറൊരു രീതി ചോദിക്കാം. ഈ സഭയിലെ പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോഴാണോ കൂടുതൽ എഫക്റ്റ്, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം പെട്ടെന്ന് കേൾക്കുന്നത്, അതോ ഈ ഫ്രണ്ടിലിരിക്കുന്ന ഈ സഹോദരൻ പ്രാർത്ഥിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ദൈവം കേൾക്കുന്നത്? ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഒന്നും ചിന്തിക്കരുത്. നമ്മുടെ ആരുടെ യോഗ്യത അവിടെ കണക്കൂട്ടുകയില്ല. അവിടെ യേശുക്രിസ്തു അല്ലാതെ വേറൊരു മധ്യസ്ഥനും ഇല്ല. ആര് ചെന്നാലും, ഈ സഹോദരൻ ചെന്നാലും, പാസ്റ്റർ ചെന്നാലും, ഞാൻ ചെന്നാലും, ക്രിസ്തു എന്ന മധ്യസ്ഥനോട് അല്ലാതെ ഒരു പണിയും നടക്കുകയില്ല. അതിനകത്ത് എൻ്റെ ഒരു മെറിറ്റും അതിനകത്തില്ല. യേശു ക്രിസ്തു എന്ന മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി അവിടെ ഉണ്ടെന്നുള്ളതല്ലാതെ ആരുടെ പ്രാർത്ഥനയ്ക്കും പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ വരം എന്നും പറഞ്ഞൊരു വരം ബൈബിളിലില്ല. നോക്കി കണ്ടുപിടിച്ചിട്ട് വാക്യം പറഞ്ഞാൽ മതി. ഇതെങ്ങനെയാണെന്നറിയാം പ്രാർത്ഥനാ വരവും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന അഭിഷിക്തന്മാരൊക്കെ ഉണ്ടായത്? നമ്മൾ കൈ കഴുകി രക്ഷപ്പെടുന്നതാണ്. നമ്മൾ വിചാരിക്കുകയാണ് ഞങ്ങൾ ഈ ലോകത്തിലൊക്കെ ഇടപെട്ട് ജോലിയൊക്കെ ചെയ്ത് അത്യാവശ്യത്തിന് കള്ളമൊക്കെ പറഞ്ഞ് ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ച ദൈവം കേൾക്കില്ല. പാസ്റ്റർ ആണെങ്കിൽ ഫുൾ ടൈം ഈ മിനിസ്ട്രിയിലൊക്കെ ആയതുകൊണ്ട് കർത്താവുമായിട്ട് ഭയങ്കര ബന്ധമായിരിക്കും. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം കർത്താവായിട്ട് സംസാരിക്കുന്ന ആളാകുമ്പം ചേസിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കിക്കോണമെന്ന് പറയാൻ എളുപ്പമുണ്ട്. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, വേദപുസ്തകം പറയുന്നതനുസരിച്ച് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ദൈവം ഒരാളുടെ പ്രാർത്ഥന മാത്രമേ കേൾക്കുന്നുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാണ്. അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം കഴിക്കുന്നുള്ളതല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്നതിനെല്ലാം ഒരേ വാല്യൂ ആണ്. കാരണം നമുക്ക് കർത്താവല്ലാതെ എളുപ്പത്തിൽ കാര്യം സാധിക്കാൻ വേറെ ഒരാളും ഇല്ല. ഓക്കെ, സന്തോഷമായോ? അപ്പോൾ നമുക്ക് ഏത് സമയത്തും എങ്ങോട്ട് പ്രവേശിക്കാം? ആരുടെയും സഹായമില്ലാതെ, ഒരച്ഛൻ്റെ സഹായമില്ലാതെ, ഒരു ശുശ്രൂഷകൻ്റെ സഹായമില്ലാതെ, ഒരു പരസഹായവുമില്ലാതെ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഏത് സമയത്തും കൃപാസനത്തിലേക്ക് പ്രവേശിക്കാനുള്ള ധൈര്യം അവൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ട സകല വിശുദ്ധന്മാർക്കുമുണ്ട് എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, ആഹാ അങ്ങനെയാണല്ലേ, അപ്പം പാസ്റ്റർക്ക് എന്താ പണി? ഈ പല ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, പാസ്റ്ററുടെ പണി എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണെന്ന്. അപ്പം നിങ്ങൾ നിങ്ങളുടെ മധ്യസ്ഥനായിട്ട് ഈ പാസ്റ്ററെ വെച്ചേക്കുവാണോ ദൈവത്തിൻ്റെ അടുത്ത് കാര്യം പറയാൻ? പ്രിയ സഹോദരങ്ങളെ, ഇടയ ശുശ്രൂഷ വരവെന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വരവല്ല. നിങ്ങളെ ഇടയ്ക്കിടയ്ക്കൊന്ന് വഴക്ക് പറയാനും ഒരു തട്ട് തരാനും, കൈകൊണ്ടല്ല, ഇടയ്ക്ക് നല്ല ആഹാരം തരാനും വചനം പറഞ്ഞു തരാനും തെറ്റിപ്പോയാൽ ഗുണദോഷിക്കാനും ഒക്കെ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന, അങ്ങനെയല്ലേ ഇടയന്മാർ അതൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇടയൻ്റെ ശരിയായ പണി എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലേക്ക്, മനസ്സിലായോ? ഒരാൾ നടക്കുവാൻ തക്കവണ്ണം
അവരെ ഉപദേശിക്കാനും നടത്താനും. ആരെങ്കിലും വിഷമത്തോടെ ഇരിക്കുകയാണെങ്കിൽ, എന്താ അച്ചായ വിഷമം, എന്തേലും വിഷമമുണ്ടോ, എന്തേലും ഭാരമുണ്ടോ, ഇതാണ് ഇടയൻ. ഇടയൻ നിങ്ങളുടെ പുറകെ നടക്കും, നിങ്ങളുടെ മുറിവുകൾ ഉണക്കാനും, നിങ്ങൾക്ക് ആഹാരം തരാനും, നിങ്ങളെ ഡിസിപ്ലിൻ ചെയ്യാനും, നിങ്ങളെ കർത്താവിൻ്റെ അടുത്ത് എത്തിക്കാനുമാണ്. അതാണ് ഇടയൻ്റെ പണി. പക്ഷെ ഇന്ന് ഇടയന്മാരെന്ന് പറയുന്നവർ മധ്യസ്ഥന്മാരെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ നമുക്ക് ആകാശത്തിന് കീഴിൽ ഓൾറെഡി ഒരു മധ്യസ്ഥനുണ്ട്. അവനേക്കാളും വലിയൊരു മധ്യസ്ഥനെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് പരിപാലന വരമുള്ളവരെയാണ്, നമുക്ക് വേണ്ടത് ഉപദേഷ്ടാവിൻ്റെ വരമുള്ളവരെയാണ്, നമുക്ക് വേണ്ടത് സുവിശേഷകരുടെ വരമുള്ളവരെയാണ്. അനേകം കൃപാവരങ്ങളുള്ളവർ നമ്മുടെ സഭകളിൽ നിന്ന് എഴുന്നേൽക്കേണ്ടി വരും. അങ്ങനെ എഴുന്നേൽപ്പിക്കാൻ കർത്താവിന് കഴിയും. ഇങ്ങനെയാണ് ഈ ശുശ്രൂഷകൾ പൂർത്തിയാക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രത്യാശയുടെ സ്വീകാരം നമ്മൾ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യാശയ്ക്ക് ഒരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം ഒരിക്കലും കുലുങ്ങിപ്പോകാത്ത യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, നമുക്കായി ഒരു യാഗം എന്നേക്കുമായി കഴിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും, രണ്ടാമത്തേത് അവൻ നമുക്കായി ഇന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നു എന്നുള്ളതുമാണ്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടാണ് നമുക്ക് ഓക്കെ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്, രണ്ട് തരം എതിർ ക്രിസ്തുക്കൾ ഇന്ന് ഭൂമിയിലുണ്ടെന്ന് പറഞ്ഞു. ഒന്ന്, ഈ അഭിഷിക്തന്മാരെന്ന് പറയുന്ന വർഗമാണ്. അഭിഷിക്തൻ എന്നുള്ള വാക്കിന്റെ ഗ്രീക്ക് എന്താണെന്നറിയോ? ആർക്കെങ്കിലും പറയോ? ഗ്രീക്ക്, മലയാളം പോലും ശരിക്കും അറിയാമായിരുന്നു. നമ്മളുടെ ഗ്രീക്ക് ചോദിച്ചാൽ എന്ത് പറയാൻ? ക്രിസ്റ്റോസ് എന്നാണ്. ക്രിസ്റ്റോസ്, ക്രിസ്തു. അഭിഷിക്തൻ എന്നുള്ളതിന്റെ ഹീബ്രു എന്താണെന്നറിയോ? പിന്നെയും പറയാം, മെഷിഹ എന്നാണ്. മെഷിഹ. ഇത്രയും നേരം നമ്മൾ പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. ഇനി നമ്മുടെ മധ്യത്തിൽ അഭിഷിക്തൻ വന്നിട്ടുണ്ട്. അഭിഷിക്തൻ നിങ്ങളോട് സംസാരിക്കും. ആരാണ് ഇയാൾ? മെഷിഹ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ ആൾക്കാർ പറയുന്നത്, അങ്ങനെയൊന്നും അല്ല പാസ്റ്റർ, ഇതെന്താണെന്നറിയോ? ഞങ്ങൾ അഭിഷിക്തൻ എന്ന് ഉദ്ദേശിക്കുന്ന അഭിഷേകമുള്ളവൻ എന്ന അടിസ്ഥാനത്തിൽ മാത്രമാണ്. അല്ല, അങ്ങനെയാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും ആരാ? നമ്മളെല്ലാരെയും അഭിഷിക്തർ എന്ന് വിളിക്കണമായിരുന്നല്ലേ? അങ്ങനെ വിളിക്കുന്നില്ല. ആരെ മാത്രമേ വിളിക്കുന്നുള്ളൂ? ഈ ശുശ്രൂഷകരെ മാത്രമേ വിളിക്കുന്നുള്ളൂ. അതിനർത്ഥം എന്താ? ഈ ശുശ്രൂഷ വരവെന്ന് പറയുന്നത് ഒരു അഭിഷേകമല്ല, അതൊരു കൃപാവരമാണ്. അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ പഴയ നിയമകാല പ്രോഫറ്റ്സിനെയും പുതിയ നിയമകാല പ്രോഫറ്റ്സിനെയും നോക്കണം. പഴയ നിയമത്തിൽ പ്രോഫറ്റിക് അനോയിൻറ്റിംഗ് ഉണ്ട്, പ്രോഫറ്റിക് അനോയിൻറ്റിംഗ് ഉണ്ട്, പ്രീസ്ലി അനോയിൻറ്റിംഗ് ഉണ്ട്, കിങ്ങിനുള്ള അനോയിൻറ്റിംഗ് ഉണ്ട്. രാജാവിൻ്റെ അഭിഷേകം, പൗരോഹിത്യ അഭിഷേകം, പ്രവാചക അഭിഷേകം, 3 അഭിഷേകങ്ങളുണ്ട് പഴയ നിയമത്തിൽ. അപ്പോൾ അഭിഷേകം വീണ് കഴിഞ്ഞാൽ അയാൾ പറയുന്നതെല്ലാം ദൈവം പറയുന്ന പോലെ. അതാണ് പ്രൊഫസിയുടെ പ്രത്യേകത. പ്രീസ്റ്റ് നമുക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ നിൽക്കുകയും പ്രോഫറ്റ് ദൈവത്തിന് വേണ്ടി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? പ്രവാചകൻ ദൈവത്തെ പ്രതിനിധീകരിച്ച് മനുഷ്യരോട് സംസാരിക്കുന്നു, പുരോഹിതൻ മനുഷ്യരെ പ്രതിനിധീകരിച്ച് ദൈവത്തോട് സംസാരിക്കുന്നു. ഇത് അഭിഷേകമുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എബ്രായ ലേഖനം പറയുന്നത്, ദൈവത്താൽ നിയമിതരല്ലാത്ത ആരും മഹാപുരോഹിതൻ എന്ന സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അത് ദൈവം അഭിഷേകം ചെയ്താൽ മാത്രമേ ഒരാൾക്ക് മനുഷ്യർക്ക് വേണ്ടി ദൈവത്തോട് സംസാരിക്കാൻ, ദൈവത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കാര്യം മനുഷ്യരോട് പറയുവാനും അവൻ അഭിഷേകം ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പഴയ നിയമത്തിലെ അഭിഷേകങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ഒരു പ്രോഫറ്റ്, ഒരു പ്രൊഫസി പറഞ്ഞാൽ അത് ദൈവാലോചനയാണ്, തെറ്റിപ്പോകാൻ പറ്റത്തില്ല. അത് അതുപോലെ തന്നെ അക്സെപ്റ്റഡ് ആണ്, അങ്ങനെ തന്നെ സംഭവിക്കുകയും വേണം. അത് കല്ലേ പിളർക്കുന്ന ആജ്ഞകൾ പോലെയാണ്. എന്നാൽ പുതിയ നിയമത്തിലെ പ്രോഫസി എന്ന് പറയുന്നത് കൃപാവരമാണ്. അപ്പം കൃപാവരമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? വിവേചിക്കാം, സകലതും ശോധന ചെയ്യാം. പ്രവചനത്തെ തുച്ഛീകരിക്കരുത്, സകലതും ശോധന ചെയ്യാം. മൂപ്പന്മാർ അത് പരിശോധിക്കണം, ആ പ്രവചനം ദൈവാത്മാവിലാണോ. കാരണം പുതിയ നിയമത്തിൽ ഇത് കൃപാവരമാണ്, അഭിഷേകമല്ല. ഒരു വ്യത്യാസം കൂടെയുണ്ട്. പുതിയ നിയമത്തിലെ പ്രോഫറ്റ്സിന് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് കൽപ്പിക്കാൻ പറ്റത്തില്ല. പഴയ നിയമത്തിൽ പറ്റുമായിരുന്നു. കാരണം പഴയ നിയമത്തിൽ യുദ്ധം ചെയ്യണോ വേണ്ടോ നമുക്കറിയില്ല.
പഴയ നിയമത്തിൽ നാളെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ആരോട് ആലോചന ചോദിക്കണം? ഈ അഭിഷേകമുള്ള ആരുടെയെങ്കിലും അടുത്ത് പോയി ഞാൻ ആലോചന ചോദിച്ചിട്ട് അയാൾ പറയണം, യുദ്ധം ചെയ്തോ, ജയിക്കും, യുദ്ധത്തിന് പോകരുത്, ദൈവത്തിന്റെ ഇഷ്ടമല്ല, തോറ്റുപോകും. ഇതാരാ പറയുന്നത്? അഭിഷിക്തനാ പറയുന്നത്. കാരണം നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനുള്ള ആത്മാവില്ല. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. പുതിയ നിയമത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നല്ല ഈ പ്രവാചകന്മാർ പറഞ്ഞു തരുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്ന ആരാ? നമുക്ക് ആത്മാവാ. അപ്പൊ പ്രവാചകന്മാരെന്താ പുതിയ നിയമത്തിൽ പറയുന്നത്? പ്രവാചകന്മാര് 2-3 കാര്യങ്ങളാണ് നമുക്ക് പുതിയ നിയമ പ്രവാചകന്മാരെ കുറിച്ച് മനസ്സിലാകുന്നത്. അതിലൊന്ന്, അവർ പാപബോധം വരുത്തും എന്നുള്ളതാണ്. അതായത് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിലേക്ക് ഏതെങ്കിലും അവിശ്വാസികൾ കയറി വന്നാൽ പ്രവാചകന്മാർ, നിങ്ങൾ പ്രവചിക്കുകയാണെങ്കിൽ അവർക്ക് എന്തു വരും? പലരുടെ പ്രവചനത്താൽ അവർക്ക് പാപബോധം ഉണ്ടാകും. അപ്പോൾ പ്രവചനം എന്തിനു വേണ്ടിയാണ്? പാപബോധം ഉണ്ടാകാൻ വേണ്ടിയാണ്. പോയിന്റ് നമ്പർ 1. 2, പൗലോസിനോട് അഗബോസ് പ്രവചിക്കുന്നു, നീ യെരുശലേമിലേക്ക് പോയാൽ നിന്നെ പിടിച്ചുകൊണ്ട് പോകും. പൗലോസ് അത് വകവച്ചോ? മൈൻഡ് ചെയ്തോ? അപ്പൊ അഗബോസ് എന്തോ പ്രവചിച്ചത്? അഗബോസ് മാത്രമല്ല, അവിടെയുള്ള പ്രവാചകന്മാർ മുഴുവൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? യെരുശലേമിലേക്ക് പോയാൽ നിന്നെ പിടിച്ചുകൊണ്ട് പോകും. സകല പ്രവാചകന്മാരും പറഞ്ഞു. പക്ഷെ പൗലോസ് പോയി. എന്തുകൊണ്ടാണ് പോയത്? ശ്രദ്ധിച്ചിട്ടുണ്ടത്? ഇവിടെ അഗബോസോ മറ്റു പ്രവാചകന്മാരോ ഒരു കാര്യം പൗലോസിനോട് പറയുന്നില്ല. പോകരുത് എന്ന വാക്ക് പറയുന്നില്ല. പോയാൽ നിന്നെ പിടിക്കും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അഗബോസ് പറയുന്നില്ല, പൗലോസ് നീ പോകരുത്. അങ്ങനെ പറയാൻ അഗബോസിന് പറ്റിയല്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് പൗലോസിനോട് ദൈവാത്മാവ് സംസാരിച്ച് കഴിഞ്ഞു, നീ യെരുശലേമിലേക്ക് പോക എന്ന്. അതിനുശേഷം നമ്മളിങ്ങനെ വാക്യം വായിക്കുന്നുണ്ട്, എനിക്ക് വേണ്ട അനേകം മക്കൾ ഇനി അവിടെ ഉണ്ട്, രക്ഷിക്കപ്പെടാനുള്ളവർ ഇനി അവരുണ്ട്, ഇനി അതുകൊണ്ട് നീ അവിടെ തന്നെ പാർക്കാൻ കർത്താവ് അവരോട് പിന്നീട് ആവശ്യപ്പെടും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അഗബോസ് പറഞ്ഞപ്പം ആ പ്രവചന ശുശ്രൂഷ കൊണ്ട് പൗലോസിന് എന്താ ബെനിഫിറ്റ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ പ്രാണൻ ഇനി വിലയേറിയതായി എണ്ണുന്നില്ല. അപ്പൊ പുതിയ നിയമ പ്രോഫസി എന്ന് പറയുന്നത് ഓരോ മനുഷ്യരും വിവേചിക്കേണ്ടതാണ്. അത് അവരുടെ അടുത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ ഈ കൃപാവരമായതുകൊണ്ട് അതിനകത്ത് ആ മനുഷ്യരുടെ എലമെന്റ് കൂടി ഉള്ളത് കൊണ്ട് അവൻ കൃപാവരത്തിലും സംസാരിക്കുന്നുണ്ട്. ഒരു പക്ഷേ മിസ്റ്റേക്ക് സംഭവിച്ചേക്കാം. അതുകൊണ്ട് ശോധന ചെയ്യണം, നല്ലതിനെ മുറുകെ പിടിക്കണം. ശോധന ചെയ്യാനും വിവേചിക്കാനും പറ്റണമെങ്കിൽ എന്തു വേണം? ഈ ആത്മാവിനെ പ്രാണനെ വേർതിരിക്കുന്ന വചനമാകുന്ന വാള് നമ്മുടെ ഹൃദയത്തിനകത്തൂടെ കടന്നു പോകണം. അപ്പോൾ വചനത്തിൽ നമ്മൾ ആണെങ്കിൽ മാത്രമേ ഈ പ്രവചനങ്ങളെ വിവേചിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ കേട്ട ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കേട്ട 1-2-3 പ്രവചനങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ വിവേചിക്കും, ഒരു എക്സ്പെരിമെന്റ്. ഓക്കെ, യെസ് ഓർ നോ, ഇതാ ദൈവത്തിൽ നിന്നാണോ അല്ലയോ? ഒരു പ്രവാചകൻ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോവുകയാണ്. ഇപ്പോൾ 200 പേരോട് സംസാരിക്കുന്ന നിങ്ങൾ 2000 പേരോട് സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ ശുശ്രൂഷയുടെ തലം ഉയരാൻ പോവുകയാണ്. ഈ പ്രവചനം എവിടെ നിന്നുള്ളതാണ്? ദൈവത്തിൽ നിന്നുള്ളതാണോ ലോകത്തിൽ നിന്നുള്ളതാണോ? ഏതാ? ലോകത്തിനുള്ള. എങ്ങനെ മനസ്സിലാക്കാം? 200 പേരോട് സംസാരിക്കുന്ന ഞാൻ 2000 പേരോട് സംസാരിക്കുന്ന തലത്തിലേക്ക് സത്യത്തിൽ ഉയരുവാണോ താഴുവാണോ? അതാണോ ഉയർച്ച? ദൈവാത്മാവ് അതാണ് ഉയർച്ച നമ്മളെ പറഞ്ഞു തരുമോ? നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവാത്മാവ് പറയും, എടാ 200 പേരോട് സംസാരിക്കുന്നൊന്നും അല്ല ഉയർച്ച. നീ ഉയരുവാണെങ്കിൽ നീ എത്ര പേരോട് സംസാരിക്കണം? 2000 പേരോട് സംസാരിക്കണം എന്ന് പറയുന്നത് എന്നെ സ്വപ്നം കാണിക്കുമോ ദൈവാത്മാവ്? ദൈവാത്മാവ് എന്തായിരിക്കും കാണിച്ചു തരുന്നേ? ഒറ്റ ശമരിയാക്കാരി സ്ത്രീ അടുത്തിട്ട് നടന്നുപോയ കർത്താവിനെ, ഒരു മരുഭൂമിയിൽ ഒരു ഷണ്ണനെ അന്വേഷിച്ചു പോയ ഫിലിപ്പോസിനെ, 99 ഒരെണ്ണത്തെ കാണാതെ പോയപ്പോൾ അതിൻ്റെ പിന്നാലെ പോയ കർത്താവിനെ അല്ലേ ആത്മാവ് കാണിച്ചു തരുള്ളൂ? കേട്ടോ? സമ്മതിച്ചോ? നിനക്ക് വേണ്ടി ദൈവം വിശാലമായൊരു വഴി തുറന്നിരിക്കുന്നു. ഇതെവിടെ നിന്നായി പ്രൊഫസി? ഉറപ്പായിട്ടും ദൈവത്തിൽ നിന്നല്ല. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ജീവനിലേക്ക് പ്രവേശിക്കുന്ന വഴി ഇടുക്കവും അതിലേക്ക് കിടക്കുന്നവർ ചുരുക്കവുമാണ്. അപ്പൊ ഈ വിശാലമായ വഴി തുറന്നു വന്നിട്ട് വന്ന ആരാ? വിവേചിക്കാൻ പറ്റുന്നുണ്ടോ?
ഓക്കെ, ഇനി വേറെ ഒന്നും വേണ്ട. ഒരു 4-5 പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ആത്മാക്കളെ വിവേചിക്കാനുള്ള ഇത് എൻ്റെ പ്രസംഗവിഷയം അല്ലെങ്കിൽ പോലും ആത്മാക്കളെ വിവേചിക്കാനുള്ള 1-2 കാര്യങ്ങൾ, പ്രത്യേകിച്ച് ശുശ്രൂഷകരുടെ ആത്മാക്കളെ വിവേചിക്കാനുള്ള 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആരോടും പറയരുത്, സീക്രട്ടാണ്. യൂട്യൂബിലല്ലേ പോകുന്നുള്ളൂ, അതെ പോയാൽ മതിയല്ലോ. അതായത് ഈ നല്ലപോലെ ആരാധിച്ച് സ്തോത്രം ചെയ്ത് ഇരിക്കുന്ന സഹോദരങ്ങളുടെ ഉള്ളിൽ ദുരാത്മാവ് പുറത്തു പോകുന്ന പല സ്റ്റേജുകളിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് അവർ കൺഫസ് ചെയ്യത്തില്ല. ആ സമയത്ത് യേശുക്രിസ്തു ദൈവമെന്ന് പറയാൻ സാധിക്കില്ല. ആ സമയത്ത് ആ ഒരു ഈവിൽ സ്പിരിറ്റിൻ്റെ സ്വാധീനത്തിലിരിക്കുമ്പോൾ അവർ ഒരിക്കൽ പോലും എന്ത് പറയില്ല, യേശുക്രിസ്തു എന്നെ രക്ഷിച്ചെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം കർത്താവ് എന്ന് കൺഫസ് ചെയ്യുന്ന സ്പിരിറ്റ് കർത്താവ്. അതുപോലെ ഈ ശുശ്രൂഷയിലിരിക്കുന്ന ആൾക്കാർ അവർ ഈ പ്രവചനം പറഞ്ഞാൽ അന്യഭാഷയൊക്കെ പറഞ്ഞുകൊണ്ട് വരുമല്ലോ, അല്ലേ? നിങ്ങൾ അടുത്തോട്ട് വരില്ലേ, തലയൊക്കെ വയ്ക്കാൻ വേണ്ടി ഇങ്ങനെ വരികയല്ലേ? വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അവർ പറയുന്ന വാക്കുകളിൽ നിത്യതയോ തേജസ്സോ ക്രൂശോ അതെ അവർ നാളെ നിങ്ങൾക്ക് വിടുതൽ വരുന്നു, നിങ്ങളുടെ വിസ ശരിയാവുന്നു, നിങ്ങളുടെ മേലെ അന്ധകാര പോരാട്ടം മാറുന്നു എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ, അത് പീപ്പിൾ ആഫ്റ്റർ പീപ്പിൾ ലോകത്തിൻ്റെ വിടുതലിനെക്കുറിച്ച് അവർ പറയുന്നതെങ്കിൽ അവർക്ക് ആ എക്സ്റ്റാറ്റിക് ശുശ്രൂഷയുടെ സ്റ്റേജിൽ അവർക്ക് യേശുക്രിസ്തുവിൻ്റെ ക്രൂശോ പ്രത്യാശയോ ആത്മാവിൻ്റെ ഒരു കാര്യമോ അവർക്ക് പറയാൻ പറ്റുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. അല്ലാത്ത സമയത്ത് പ്രസംഗിക്കുമ്പോൾ അവർ പുതിയ നിയമം, എൻ്റെ പാസ്റ്ററെ ആ പ്രവാചകൻ മുഴുവൻ പുതിയ നിയമം പറഞ്ഞ് ശുശ്രൂഷ ആക്റ്റീവായി കഴിഞ്ഞാൽ പിന്നെ പുതിയ നിയമം ഇല്ല, പിന്നെ യേശുക്രിസ്തു ഇല്ല, പിന്നെ യാഗമില്ല, പിന്നെ നിത്യതയില്ല, ഒന്നുമില്ല. രാജാക്കന്മാരുടെ പുസ്തകവും യശയാവും അവിടെ നിന്ന് ഇവിടെ നോക്കി എടുത്തിട്ട് ലോകത്തെക്കുറിച്ച് മാത്രമേ പറയുന്നു. ഇങ്ങനെയാണെങ്കിൽ അതിനർത്ഥം എന്താ? അവർക്ക് ആ ശുശ്രൂഷയുടെ എക്സ്റ്റസിലിരിക്കുമ്പോൾ അവരൊരു ആത്മാവ് അവരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് തേജസ്കരണത്തിൻ്റെ ആത്മാവല്ല, തേജസ്സിൻ്റെ ആത്മാവല്ല, പുത്രത്വത്തിൻ്റെ അവകാശങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ആത്മാവല്ല. പിന്നെ എന്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ആത്മാവാണ്? ഈ ലോകത്തിൻ്റെ പ്രപഞ്ചമോഹങ്ങളിലേക്ക് നിങ്ങളെ ആകർഷിക്കുന്ന ഒരു സ്പിരിറ്റാണ് ഇന്ന് ശുശ്രൂഷകരിൽ വലിയൊരു പങ്കിലൂടെ. ചുമ്മാ പോയി സംസാരിച്ചാൽ മനസ്സിലാവില്ല, അവർ ശുശ്രൂഷിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അവർക്ക് ആ സമയത്ത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ചോ കഷ്ടതയെക്കുറിച്ചോ തേജസ്സിനെ കുറിച്ചോ ഒന്നും പറയാൻ പറ്റില്ല. പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നറിയോ? ഈ സ്പിരിറ്റ് അങ്ങ് പോകും. അപ്പോൾ പ്രവചനം നിർത്തി പ്രസംഗിക്കേണ്ടി വരും. ശ്രദ്ധിച്ചോ? ഇനി ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഞാനിത് ഈ സീക്രട്ട് പറഞ്ഞ കാര്യം നിങ്ങൾ ആരോടും പറയേണ്ട കാര്യമില്ല, അത് ഓൾറെഡി എല്ലാവരും ഇങ്ങനെ അറിഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ ആത്മാവിൻ്റെ ശുശ്രൂഷകളെ വിവേചിക്കാൻ നമ്മൾ പരിജ്ഞാനമുള്ളവരായി മാറും. അതായത് നമ്മളെ പരിജ്ഞാനത്തിലേക്ക് നടത്താൻ. ഇപ്പോൾ പൗലോസിനോട് അഗബോസ് സംസാരിക്കുമ്പോൾ നിന്നെ അവർ പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞ ഒരൊറ്റ വാക്ക് പൗലോസിനെ എങ്ങോട്ടാണ് എത്തിക്കുന്നത്? ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലേക്ക് എത്തിക്കുന്നത്. ജീവിച്ചിരുന്നാലും കുഴപ്പമില്ല, മരിച്ചാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. അപ്പോൾ ആത്മാവ് എന്ത് ശുശ്രൂഷ പൗലോസ് ചെയ്തത്? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അടിസ്ഥാന വേദോപദേശങ്ങൾ. അവിടെ നിന്നാണ് നമ്മൾ മാറിപ്പോയത്. അടിസ്ഥാന വേദോപദേശങ്ങൾ മാറിപ്പോയതല്ല, ആ പ്രത്യാശയുടെ വാഗ്ദത്തങ്ങളെ കുറിച്ച് പറഞ്ഞാണ്. അടിസ്ഥാന വേദോപദേശങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലേക്ക് അത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉപദേഷ്ടാവായി മാറാൻ പറ്റും. ഉപദേഷ്ടാവായി മാറാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും പ്രസംഗിക്കാൻ പോകുന്നുള്ള അർത്ഥം, ഒരു മനുഷ്യനെ വഴിയിൽ കണ്ടാൽ അവനോട് സുവിശേഷം പറയുമ്പോൾ എന്താണ് ക്രിസ്തു, ആരാണ് അവൻ, എന്താണ് ചെയ്തതെന്ന് വെളിപ്പെടുത്തി കൊടുക്കാനുള്ള, ആ പ്രബോധിപ്പിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകണമെങ്കിൽ, സഭയിൽ എഴുന്നേറ്റ് 5 മിനിറ്റ് സംസാരിക്കണമെങ്കിൽ ഈ പത്യോപദേശം എന്താണെന്ന് മനസ്സിലാകണം. ഓക്കെ, അപ്പം ഞാൻ ഇനി നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പത്യോപദേശത്തെക്കുറിച്ചാണ്. എന്താണ് അപ്പോസ്റ്റോലിക് ഡോക്ട്രിൻ എന്ന് പറയുന്നത്? ഓക്കെ, നമുക്ക് ഈ അപ്പോസ്തലിക് ഉപദേശ രൂപം, എ ഫോം ഓഫ് ഡോക്ട്രിൻ ദാറ്റ് വാസ് ഗിവൺ ബൈ ദ അപ്പോസിൽസ്, അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-18. ആ ആ ഓക്കെ, നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന് പാപത്തിൻ്റെ അടിമത്വവും, മറ്റൊന്ന് നീതിയുടെ അടിമത്വം.
എന്താണ് പാപത്തിൻ്റെ അടിമത്വം? നമുക്കൊരു നിമിഷം ഒന്ന് പരിശോധിക്കാം. ഓക്കെ, പാപബോധം ഒരു മനുഷ്യനുണ്ടാകുന്ന, ഒരു മനുഷ്യൻ പാപത്തിൻ്റെ അടിമത്തത്തിലാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? നമ്മളെ എന്തുമാത്രമാണ് ഈ പാപം നിയന്ത്രിക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഓൾറൈറ്റ്. അപ്പോൾ പാപത്തെ നമ്മൾ ഏറ്റവും പ്രധാനം പാപത്തെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഓരോരുത്തർ ചെയ്യുന്ന പ്രവൃത്തികളാണ് പാപം മനസ്സിലാകുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ കർത്തൃമേശ എടുക്കുന്ന സമയത്ത് പാസ്റ്റർ സാധാരണ പറയാറുണ്ട്, എന്താ പറയുന്നത്? നിങ്ങൾ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഇതിൽ പങ്കെടുക്കുവാൻ, അല്ലേ? ശോധന ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ പലരും രോഗികളാവും, ചിലരൊക്കെ തട്ടിപ്പോയിട്ടുമുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം? ഈ പാപമാകുന്ന മരത്തിൽ, നമ്മുടെ ഉള്ളിലൊരു മരമുണ്ട്, ഈ പാപം എന്ന മരം. ഈ പാപമാകുന്ന മരത്തിലുണ്ടായ അനേകം കായ്കളുണ്ട്. കുശുമ്പ്, വൈരാഗ്യം, അസൂയ, പിണക്കം, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം പറിച്ച് കളയും. എന്നിട്ട് ക്ലീനായിട്ട് വന്ന് നമ്മൾ അപ്പം നുറുക്കും, അല്ലേ? അങ്ങനെയല്ലേ ചെയ്യുന്നത്? പക്ഷേ 2-3 ദിവസം കഴിയുമ്പം അതേ പഴങ്ങളെല്ലാം അതേ മരത്തിൽ തന്നെ അതിനേക്കാൾ ശക്തമായിട്ടുണ്ടായി വരും. എല്ലാ ആഴ്ചയും കർത്തൃമേശ കൊടുക്കൂല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പ്രാവശ്യവും ഈ മരം കയറി ഈ പഴമെല്ലാം പറിക്കുമ്പോഴേക്കും മനുഷ്യൻ ക്ഷീണിക്കും. അതുകൊണ്ട് പാസ്റ്റർ പറയും, കുറേ കഴിയുമ്പോഴേക്കും ഈ ക്ഷീണിക്കുന്നതുകൊണ്ട് ഈ മരം കയറുന്ന പതുക്കെ അങ്ങ് വിട്ടിട്ട് ഇതിൻ്റെ സീരിയസ്നെസ് ഒക്കെ പോയിട്ട് ചുമ്മാ വന്ന് എടുക്കാൻ തുടങ്ങും. കാരണം നമുക്ക് ഈ മരം കയറി പഴമെല്ലാം പറിച്ച് കളയാൻ ഒരു എഫക്റ്റ് വരണമെങ്കിൽ ഒരു 5-6 ആഴ്ചയൊക്കെ ഒന്നും ഇങ്ങനെ വിട്ടു കൊടുക്കണം. അപ്പോൾ കുറേ പഴങ്ങളുണ്ടാവും. അപ്പോൾ അതെല്ലാം പറിച്ച് കളയുന്ന ഒരു പണിയായിരിക്കും. അല്ല 2-3 പഴങ്ങളൊക്കെ പറിച്ച് കളയാൻ വലിയ എഫക്റ്റ്, ഒരു സീരിയസ്നെസ് ഉണ്ടാവും. ശരിയാണ് ഞാൻ പറഞ്ഞത്? പക്ഷേ ഈ പഴം പറിച്ച് കളയുന്നതുകൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലാത്തതിൻ്റെ കാരണം, അതേ മരം പിന്നെയും അതേ പഴങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നത്? നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ മരം അവിടെ ഉള്ളതാണ്. ഞാനിതൊരു ചെറിയൊരു കഥ പറയാം നിങ്ങളുടെ. ഈ കഥ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ തന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവാനേ സാധ്യതയുള്ളൂ എവിടെയെങ്കിലും യൂട്യൂബിൽ. നിങ്ങൾ ഞായറാഴ്ച ഉപവാസ പ്രാർത്ഥനയല്ലേ? ഉപവാസ പ്രാർത്ഥന ഞായറാഴ്ച കൊണ്ട് തീരും, അല്ലേ? ഞായറാഴ്ച എന്ന് പറയുന്നത് നാളെ കഴിഞ്ഞുകൊണ്ട്, അല്ലേ? നാളെ കഴിഞ്ഞുകൊണ്ട് തീരും. അപ്പോൾ തീർന്നു കഴിഞ്ഞാൽ അപ്പം നുറുക്കും, അല്ലേ? ഇല്ലേ? കുറേ മരങ്ങൾ കയറി കുറേയൊക്കെ പഴങ്ങൾ പറിച്ച് കളഞ്ഞ് നമ്മൾ സമാധാനമായിട്ട് അപ്പമൊക്കെ നുറുക്കി വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നമുക്കൊരു ഭയങ്കര ഉണർവായിരിക്കും. ഒരാഴ്ചത്തെ എത്ര ദിവസം ഇത്? 7 ദിവസം. ഒരാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ നേടിയെടുത്ത വീര്യവും ഉത്സാഹവും വിശ്വാസത്തോടെ വീര്യം അതൊക്കെ കൂട്ടി നമ്മൾ ഭയങ്കര പവർഫുള്ളായിട്ടായിരിക്കും നമ്മൾ ഈ ഞായറാഴ്ച ആ ഫെലോഷിപ്പ് മീൽസൊക്കെ എടുത്തിട്ട് വീട്ടിലോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്, നാളെ മുതൽ ഞാൻ പ്രാർത്ഥിക്കും, കൃത്യമായിട്ട് ബൈബിൾ വായിക്കും, ഇനി ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഡിവോട്ട് ചെയ്യാൻ പോവാണ്, ഇനി മേലാൽ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന നിർത്തി, കുറ്റം പറയുന്ന നിർത്തി, ഇനി മര്യാദയ്ക്ക് ഞാൻ ജീവിക്കാൻ പോവാണ്, എനിക്കിങ്ങനെ പ്രത്യേകിച്ച് പാസ്റ്റർ വന്ന് പ്രത്യാശയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് കർത്താവ് വന്ന് എനിക്ക് പോകണം, പിന്നെയും നങ്കൂരം എൻ്റെ അടുത്തേക്ക് തന്നെ വരും, ഞാൻ മര്യാദയ്ക്ക് ജീവിക്കണം, ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ ഞാൻ നരകത്തിൽ പോകും. അപ്പം നങ്കൂരം എവിടെയായി? നങ്കൂരം പിന്നെ എവിടെയായി? എൻ്റെ മേലായി. അവിടെ നിന്നൊക്കെ പറഞ്ഞു പോകുന്നു. കർത്താവിൻ്റെ രക്ഷയൊക്കെ വിട്ട് പിന്നെ നമ്മൾ പഴയ രീതിയിൽ വന്നിട്ട് നങ്കൂരം നമ്മളിൽ തന്നെ ഉറപ്പിക്കും. അതോടുകൂടി ദുർമനസാക്ഷി വരും. 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ പിന്നെയും പഴയ പോലെ ആവും. ഇത് എത്ര പേർക്ക് അനുഭവമുണ്ട്? മിക്കവാറും എല്ലാവർക്കും തന്നെ അനുഭവം കാണും. ഓക്കെ, എന്നിട്ട് പിന്നെയും ഒരു 4 വർഷം കഴിയുമ്പോൾ ഞാൻ പിന്നെയും വരും. ഇതിനിടയിൽ പലരും വരും, പിന്നെയും ഇത് പറയും, വീണ്ടും നമ്മൾ പഴങ്ങൾ പറിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ നല്ല തീരുമാനങ്ങളെടുത്ത് പ്രാർത്ഥിക്കാനുള്ള സമയം, ഭർത്താവ് ഓഫീസിൽ പോയി, ഒരു സഹോദരിയെക്കുറിച്ച് ഓർത്തോ, മക്കളെല്ലാം സ്കൂളിൽ പോയി. അപ്പോൾ ഈ സഹോദരി പ്രാർത്ഥിക്കാൻ വേണ്ടി ബൈബിൾ എടുത്തുകൊണ്ട് പോകുന്ന വഴിക്കാണ് ഗേറ്റിലോട്ട് നോക്കിയപ്പം നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു അമ്മാവൻ, ഒരു അങ്കിള് പ്രായമായി വടിയും കുത്തിപ്പിടിച്ച് ഗേറ്റ് തുറന്ന് വരുന്നുണ്ട്. ആ പുള്ളി വീട്ടിൽ വന്നാൽ പിന്നെ പോകത്തില്ല. പുള്ളിക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ അത് തീരാൻ സമയം കിട്ടത്തില്ല. ചൂടുവെള്ളത്തിന് ചൂടുവെള്ളം, കടുങ്കാപ്പി. അപ്പോൾ ഈ സഹോദരൻ്റെ ഉള്ളിലേക്ക് എന്തായിരിക്കും പോകുന്നത്?
എൻ്റെ കർത്താവെ, ഞാൻ നന്നാകാൻ നീ പോലും എന്നെ അനുവദിക്കുന്നില്ലല്ലോ. ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് പിള്ളേരെ എല്ലാം സ്കൂളിലോട്ട് വിട്ട് കഴിഞ്ഞപ്പോഴാണ് എന്താ ഇയാൾ വരുന്നത്. ഈ പാപത്തിൻ്റെ അടിമത്തം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് കഥ പറയുന്നു. അപ്പോൾ കഷ്ടകാലം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഡോറ് തുറക്കുന്നു. ഈ അങ്കിളിനെ കാണുമ്പം, ഈ അപ്പൂപ്പനെ കാണുമ്പം, അപ്പൂപ്പൻ എന്ന് പറയാം അല്ലേ, അപ്പൂപ്പനെ കാണുമ്പോൾ ഈ കുട്ടി എന്തായിരിക്കും പറയുന്നത്? ഓ അപ്പൂപ്പ എത്ര നാളായി കണ്ടിട്ട്, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ, അങ്ങനെയല്ലേ ചോദിക്കുള്ളൂ. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നന്മ ഇതൊക്കെയല്ലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പം അപ്പൂപ്പന് ഭയങ്കര സന്തോഷമോ. അപ്പം പഴങ്ങളെല്ലാം പറിച്ച് കളഞ്ഞേക്കുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നല്ല വർത്താനം പറഞ്ഞതിന് ഈ കർത്തൃമേശയുടെ സമയത്ത് ആ പഴങ്ങളെല്ലാം പറിച്ച് കളഞ്ഞ് നല്ലതാകാൻ തീരുമാനിച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തികൾ നന്നായിരുന്നത്. മനസ്സിലായോ? അപ്പോൾ അപ്പച്ചന് ഭയങ്കര സന്തോഷമായി. സാധാരണ ഏത് വീട്ടിൽ ചെന്നാലും എന്തെങ്കിലും പറഞ്ഞ ആൾക്കാർ ഓടിക്കാറാണ് പതിവ്. കുറേ നാൾ കൂടിയാണ് ഈ കൊച്ചു പറയുന്നത്, അപ്പച്ച ഞങ്ങളുടെ വീട്ടിൽ നിന്ന് താ. അപ്പോൾ അപ്പച്ചൻ പറയാം, ശരി മോളെ, സന്തോഷം എന്ന് പറഞ്ഞ് അപ്പച്ചൻ അകത്തോട്ട് കയറി. അപ്പോൾ ഈ സഹോദരിയുടെ ഉള്ളിലൊരു പെടപെടപ്പ, ഇയാൾ എപ്പോൾ പോകുമെന്ന് അന്വേഷിക്കണം. ഒരാൾ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് ആദ്യം അറിയേണ്ടത് എന്തായിരിക്കും? അയാൾ എപ്പം പോകും അല്ലേ? ഗൾഫുകാരെപ്പോഴും ഫേസ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്, എപ്പോൾ വന്നു, എപ്പോൾ പോകും. അപ്പോൾ എപ്പോൾ പോകും എന്നൊരു ഐഡിയ നമുക്ക് വേണം. അപ്പോൾ അതിന് ഈ കുട്ടി ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്. തന്ത്രങ്ങൾ ചിലപ്പോൾ ചീറ്റിപ്പോകാം, ചിലപ്പോൾ രക്ഷപ്പെടാം. ഒരു മനുഷ്യൻ വീട്ടിൽ വന്നാൽ അയാൾ പോകുമോ ഇല്ലയോ, എപ്പോൾ പോകും എന്നറിയാനൊരു തന്ത്രം നിങ്ങൾക്കറിയാമോ? എങ്ങനെ അറിയാം? എപ്പോൾ പോകുന്ന ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒഫൻസാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എപ്പോൾ പോകും ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ വളഞ്ഞ വഴി പ്രയോഗിക്കണം. ഒരു വളഞ്ഞ വഴിയിലൊന്ന് ചോദിച്ചു നോക്കി, നിങ്ങൾക്ക് വക്രത അറിയാമെന്ന് അറിയാൻ വേണ്ടിയാണ്. ചോദിച്ചു നോക്കി. ഞാൻ 1-2 വക്രത പറഞ്ഞുതരാം, പ്രയോഗിക്കരുത്. 1, അപ്പൂപ്പൻ ചോദിക്കുക, അപ്പൂപ്പ വൈകിട്ട് കഴിക്കാൻ കഞ്ഞിയാണോ അതോ ചപ്പാത്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈകിട്ടത്തേക്ക് നിൽക്കുമോ അതോ അതിന് മുമ്പ് പൊക്കോളൂ എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അപ്പം പറയാം, വൈകിട്ടത്തേക്ക് ഒന്നും വേണ്ട മോളെ, ഞാൻ പോകുകയെന്ന് പറഞ്ഞാൽ ഓക്കെ ഫൈൻ. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, കഞ്ഞി മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ രാത്രി വരെ പോവില്ല എന്നുള്ള കാര്യം ഉറപ്പായി. അപ്പോഴും ഒരു ഉത്തരം പൂർണ്ണമാകുന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ തന്ത്രങ്ങൾ ആവശ്യമാണ്. ഈ തന്ത്രം പോരാ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇയാൾ കൊള്ളാമല്ലോ, ഇത്തരം തന്ത്രങ്ങളൊക്കെ അറിയാമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ തന്ത്രം പഠിച്ചത് എങ്ങനെയാണെന്നറിയോ? ഈ പല വീട്ടിൽ ചെല്ലുമ്പം അവിടെ പല വീട്ടിൽ ചെല്ലുമ്പോൾ ആൾക്കാർ പറയും, പാസ്റ്ററെ ആഹാരം കഴിച്ചിട്ട് പോകുള്ളൂ കേട്ടോ എന്ന് പറയും. അപ്പം ഞാൻ വിചാരിക്കുമോ സത്യമായിരിക്കുമെന്ന്. പക്ഷെ അവിടെയെങ്കിലും ഒന്നും കാണുകയില്ല. അപ്പോൾ അവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ, വേണ്ട ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞ് പൊക്കോളൂ എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെക്കുറിച്ചല്ല. അങ്ങനെ പലർക്കും പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ സഹോദരിക്ക് അത് പോരാ. അപ്പോൾ വൈകിട്ട് അത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നവും. അപ്പോൾ സഹോദരി വേറൊരു രീതിയിൽ സ്നേഹത്തോടെ തന്ത്രം പ്രയോഗിച്ചു. അപ്പോൾ ഇന്ന് വീട്ടിൽ പോകണ്ട, ഇന്ന് ഇവിടെ താമസിച്ചിട്ട് നാളെ രാവിലെ 6 മണിക്കൊരു വണ്ടി ഉണ്ടല്ലോ അതിൽ പോയാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥം എന്നാ? നാളെ രാവിലെ 6 മണിക്കുള്ളൊരു വണ്ടി ഞാൻ കാണിച്ചു തന്നിരിക്കുന്നു, മര്യാദയ്ക്ക് പോക്കോ, ഇതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്കൊരു കുഴപ്പമുണ്ട്, പ്രായമാകുമ്പം നമ്മുടെ ഓർമ്മയും ഒക്കെ പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാണുന്നതായിരിക്കില്ല ചിന്തിക്കുന്നതായിരിക്കില്ല പറയുന്നത്, കണക്ഷൻ പോവും. അപ്പോൾ ഈ അപ്പച്ചന് മനസ്സ് തോന്നിയത് ഇന്നിവിടെ താമസിക്കുന്ന പ്ലീഡ് ചെയ്യുന്നവരെയാണ്. അപ്പച്ചൻ പറയാം. അപ്പം പറയുക, മോളെ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. എന്നാലും നീ ഇത്ര സ്നേഹമായിട്ട് നിർബന്ധിക്കുന്നതുകൊണ്ടേ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ ഇതുവരെ ആ കുട്ടിയുടെ പ്രവൃത്തികൾ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയേ. സൂപ്പർ അല്ലേ? ആ അപ്പൂപ്പൻ്റെ പെർസ്പെക്റ്റീവിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, ഒരു പാളിച്ചയും പറ്റിയിട്ടില്ല, പെർഫെക്റ്റാണ്. പക്ഷേ ആ കുട്ടി ഹൃദയത്തിൽ ചിന്തിക്കുക, എൻ്റെ കർത്താവേ ഞാൻ എത്ര പാപിയാണ്, ഈ പുള്ളി എന്നെ അതുപോലെ വിശ്വസിക്കുവാണ്, എന്നാൽ എൻ്റെ ഉള്ളിൽ ഇയാളോട് ഒരു സ്നേഹവും ഇല്ലെന്ന് മാത്രമല്ല ഇയാൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിടണമെന്നാണല്ലോ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പാപം പോയിട്ടുണ്ടോ സഹോദരങ്ങളെ? ഇല്ല. പ്രവൃത്തി നന്നായാലും എന്ത് പോവില്ല? പാപം പോവില്ല. പ്രവൃത്തി നന്നായാലും, നമ്മുടെ പ്രവൃത്തി എത്ര നന്നായാലും പാപം പോവില്ല. അടുത്തത്
പുള്ളിക്കാരി ഇങ്ങനെ കർത്താവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ഈ പാപം, ഈ വേര്, തോട്ട് പ്രോസസ്സ്, എൻ്റെ ചിന്തകളൊന്നും ശരിയല്ല, എനിക്ക് ആരോട് സ്നേഹമില്ല, കർത്താവേ നീ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോൾ വചനം ആ മോളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, സ്തോത്രം ചെയ്താൽ മതി, നിനക്ക് ഈ മരം മുറിക്കാം. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, കർത്താവിന് പറഞ്ഞു, കർത്താവേ എന്നെ ക്ഷമ പഠിപ്പിക്കാനും എന്നെ ആത്മീയത എന്താണെന്ന് പഠിപ്പിക്കാനും എങ്ങനെയാണ് ക്ഷമിക്കേണ്ടതും കരുണ കാണിക്കേണ്ടതെന്നും അതിഥികളെ സൽക്കരിക്കേണ്ടതെന്നുമുള്ള ആത്മീക ധർമ്മങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ഈ കഷ്ടപ്പാട് പിടിച്ച അപ്പൂപ്പനെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ വിട്ടതിനായിട്ട് സ്തോത്രം. അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും ആ മരം മുറിയും. നമുക്കൊരാശ്വാസവും ദൈവമാണല്ലോ അയച്ചത് എന്ന് ഉള്ളിൽ തോന്നും. ശരിയാണോ ഞാൻ പറഞ്ഞേ? നിങ്ങൾ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുമ്പം ഭർത്താവിനെ ഓർത്ത് സ്തോത്രം ചെയ്യും, കർത്താവ് ഇതേ ഭർത്താവിന് എത്ര വഴക്കാളിയായാലും ഇയാളെ തന്നെ എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞു കഴിയുമ്പം മക്കളെ ഓർത്തും ഭാര്യ ഓർത്തും ഒക്കെ സ്തോത്രം ചെയ്ത് കഴിയുമ്പോഴേക്കും ദൈവത്തോടൊരു നന്ദി തോന്നും, അവരോടൊരു സ്നേഹം തോന്നും. ശരിയാണോ ഞാൻ പറഞ്ഞത്? അല്ലേ? അപ്പം മരം മുറിയും. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ ആടിനെ കൊല്ലുന്ന പോലെയല്ല മരം മുറിക്കുന്നത്. ആടിനെ കൊന്നാൽ ആടിൻ്റെ കാലേന്ന് പുതിയൊരാളുണ്ടായി വരികയല്ല. പക്ഷേ മരം മുറിച്ചാൽ അതിൻ്റെ വേരിൽ നിന്ന് പിന്നെയും മരം ഉണ്ടായി വരും. നിങ്ങൾ സ്തോത്രം ചെയ്തു, തൽക്കാലം രക്ഷപ്പെട്ടു. പിന്നെ അടുത്ത പ്രാവശ്യം സ്തോത്രം ചെയ്തു, തൽക്കാലം രക്ഷപ്പെട്ടു. ഇങ്ങനെ താൽക്കാലികമായ രക്ഷ മാത്രമേ സ്തോത്രം കൊണ്ടും സംഭവിക്കുന്നുള്ളൂ. സമ്മതിച്ചോ? അപ്പോൾ ഈ കുട്ടി പിന്നെ സ്തോത്രം ചെയ്ത് പിടിച്ചു നിന്നു. ദിവസം 1, 2, 3 3 ദിവസമായപ്പോൾ ഈ അപ്പൂപ്പൻ വന്നിട്ട് ഈ കുട്ടിയോട് പറയാണ്, മോളെ, ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് തന്നെ പോകേണ്ടവനായിരുന്നല്ലോ, 7 ദിവസവും നിൽക്കാൻ പറ്റില്ല, എനിക്ക് കുറേ പണിയുണ്ട്, ഞാൻ ഇന്നങ്ങ് പോയേക്കുവാ എന്ന് ഈ അപ്പൂപ്പൻ പറയുക. ഈ കുട്ടിയുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ഓക്കെ അപ്പൂപ്പ, ഓക്കെ, ഇനി പിന്നെ കാണാമെന്ന് പറയാൻ ധൈര്യമില്ല, കാരണം ചിലപ്പോൾ അപ്പൂപ്പൻ പിന്നെയും വരും. ഒരു ഭയങ്കര ആശ്വാസം ഉള്ളിൽ തോന്നുന്നത് അല്ലേ? ശരിയല്ലേ? ഈ അതിഥി സൽക്കാരം ആചരിച്ച് മടുത്തിരിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്കിത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ അപ്പൂപ്പൻ ബാഗ് എടുക്കാൻ പോയ വഴിക്ക് ഈ കുട്ടി ആലോചിക്കുക, എൻ്റെ കർത്താവേ, ആ അപ്പൂപ്പൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷം ഉണ്ടാകുന്നത്? ഞാൻ എങ്ങനെ നന്നാകും? എനിക്ക് എന്തുകൊണ്ടാണ് ഒരു ദുഃഖം തോന്നാത്തത്, വിഷമം? എനിക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടല്ലേ? അല്ലേ? സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടി എന്തായിരുന്നു പറയേണ്ടത്? പറ. ഒരാഴ്ച കഴിഞ്ഞ് പോയാൽ മതിയായിരുന്നു പറയണ്ടല്ലേ? അല്ല, അപ്പൂപ്പൻ എന്തിനാ ഇങ്ങനെ അലിഞ്ഞ് നടക്കുന്നത്, ഇനി എൻ്റെ വീട്ടിലങ്ങ് താമസിച്ചോ എന്നല്ലായിരുന്നോ പറയേണ്ടത്? നിങ്ങളുടെ മനസ്സിൽ പോലും അത് വന്നില്ലല്ലോ. ഉവ്വ, നടക്കും. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ത് വരുന്നില്ല? തോട്ട് പ്രോസസ്സ് ശരിയായി, നല്ലത് ആലോചിക്കാൻ ശ്രമിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, എന്ത് ചെയ്തിട്ടും നമ്മുടെ ഉള്ളിൽ നിന്ന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാളോടുള്ള സ്നേഹം എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്ത് പ്രവൃത്തി ചെയ്താലും വെള്ളം ഉണ്ടാക്കി കൊടുത്തു, കിച്ചണിൽ കുക്ക് ചെയ്ത് കൊടുത്തു, ചെയ്യേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു, പക്ഷേ സ്നേഹം ഉണ്ടാകാത്തതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്നറിയോ? സ്നേഹം ഉണ്ടാകാത്തത് കൊണ്ട് നാളെ അയൽവക്കത്ത് വരുമ്പോൾ, അല്ല ഭർത്താവ് വരുമ്പോൾ, വൈകിട്ട് വരുമ്പം പറയും, ഞാൻ ഇന്ന് അയാൾക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടു, നിങ്ങളുടെ അപ്പൂപ്പൻ വന്നിട്ട് എന്നെ നിലത്ത് നിർത്തിയിട്ടില്ല, ഞാൻ ഇന്ന് കറി വെച്ച് കൊടുത്തപ്പോൾ അത് പോരാ, അവൻ ഉപ്പ് പോരാത്രേ, എല്ലാം പറയും. കാരണം ഈ ജഡം ഇത് ചെയ്തേക്കുന്നത്, ഇത് ജഡം ചെയ്തിരിക്കുന്നതുകൊണ്ടും സ്നേഹമില്ലാതെ ചെയ്തിരിക്കുന്നതുകൊണ്ടും ഇതിന് ഭയങ്കര കണക്കുകളായിരിക്കും. നമ്മൾ കണക്ക് പറയുന്ന ഓരോ സൽപ്രവൃത്തിയും മക്കളെ പോക്കാണ്. അത് ദൈവത്തിന് മുമ്പിൽ കണക്ക് കൂട്ടപ്പെട്ടിട്ടില്ല. ചർച്ച് പണിയാൻ കൊടുത്ത പൈസയും സീലിംഗ് പിടിപ്പിക്കാൻ കൊടുത്ത പൈസ എല്ലാം വെറുതെ പോയി. കാരണം എന്താ? അതിലെല്ലാം നമ്മൾ പുകഴുന്നു. ഈ പുകഴുന്ന് കഴിയുമ്പോഴേക്കും അത് ചെയ്തത് ആത്മാവിലല്ല, സ്നേഹത്തിലല്ല, പിന്നെ എവിടുന്നാ? ജഡത്തിൽ നിന്നാ. അപ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര കുറ്റബോധം തോന്നുമോ? അവിടെയാണ് ശരിക്കും പാപബോധം ഉണ്ടാകുന്നത്. എൻ്റെ ഒരു പ്രവൃത്തിയും ക്രിസ്തുവിനെ പോലെ അല്ല എന്നുള്ള തിരിച്ചറിവ്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഞാൻ ഭയങ്കര മറവിയുള്ളവനാണ്. ഈ കോവിഡ് വരുന്നതിന് മുമ്പ് ഞാൻ ആ ഒരു ഡിസംബറിൽ ഞാൻ വയനാട്ടിലുള്ള ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ ഒരു അപ്പൂപ്പൻ, ഒരു പ്രായമായ ഒരു അപ്പൂപ്പൻ, ഒരു അങ്കിൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററിന് എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ ചോദിച്ചു. പറഞ്ഞു, എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ലല്ലോ. പുള്ളി പറഞ്ഞു, കഴിഞ്ഞ 6 മാസം മുമ്പ് പാസ്റ്റർ ഞങ്ങളുടെ ചർച്ചിൽ പ്രസംഗിക്കാൻ വന്നായിരുന്നു, ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്.
അന്ന് 3 ദിവസവും പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ പല ആൻറ്റിമാരും അമ്മച്ചിമാരൊക്കെ എന്നോട് ചോദിച്ചു ഞങ്ങളെ ഓർമ്മയുണ്ടോ പരിചയമുണ്ടോ എന്ന്. എൻ്റെ സഹോദരങ്ങളുടെ ഒരു രക്ഷയില്ല. എനിക്ക് എന്നെ തന്നെ പലപ്പോഴും ഓർമ്മ വരാത്ത അവസ്ഥയിലാണ്. ഈ പാസ്റ്റർമാരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പേരൊരിക്കലും മറക്കില്ല. അവർ പിന്നെ വന്നിട്ട് അച്ചായ കൊച്ചമ്മേ എന്താ വിശേഷം ചോദിക്കുന്നത്, അല്ലേ? പാസ്റ്റർമാർ അങ്ങനെയല്ലേ പൊതുവേ? എൻ്റെ കാര്യം പോക്കാം. ഇപ്പം എൻ്റെ ഭാര്യ എപ്പോഴും പറയും നിങ്ങൾക്ക് പാസ്റ്ററാകാനുള്ള വിളിയില്ല, ഉപദേഷ്ടാവ്. ശരിയത്. എനിക്കൊരു പാസ്റ്ററായിട്ടിരുന്ന് കഴിഞ്ഞാൽ ആരുടെയും കാര്യം എനിക്ക് ഓർമ്മ വരത്തില്ല, എൻ്റെ കാര്യം പോലും ഓർമ്മ വരില്ല. ഞാൻ ഇന്നലെ കണ്ണട ഉച്ചയ്ക്ക് ഇവിടെ വെച്ചിട്ടാണ് പോയത്. ദൈവത്തിൻ്റെ കൃപയാൽ കണ്ണടയെ വെച്ചിട്ട് പോയുള്ളൂ. അല്ലെങ്കിൽ എന്നെ തന്നെ വെച്ചിട്ട് പോകേണ്ട ഒരു കാലം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ പ്രസംഗിച്ചാലും എനിക്കൊരു കാര്യം അറിയാം, യേശുക്രിസ്തുവായിട്ട് വെച്ച് നോക്കുമ്പം ഞാനൊരു ബലഹീനനായ, ശരീരത്തിൽ തന്നെ ബലഹീനനായ ഒരു മനുഷ്യനാണ്. എനിക്ക് നിങ്ങളെ സ്നേഹിക്കാനുള്ള സ്നേഹമൊന്നുമില്ല. അതുകൊണ്ടല്ലേ മറന്നു പോകുന്നേ, അല്ലേ? കർത്താവിൻ്റെ സ്നേഹം എനിക്ക് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരെയും ഞാൻ അതുപോലെ ഓർത്തിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കില്ലേ? അപ്പം പാപബോധം ഉണ്ടായി കഴിയുമ്പോൾ എനിക്കൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞാൻ കർത്താവിനെ പോലെ അല്ല എന്നുള്ളൊരു ഫാക്ടർ അത് എപ്പോഴും എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. ഇന്നലെന്നോ ഇന്നൊന്നോ ഇല്ല. പ്രസംഗിക്കുമ്പം, യാത്ര ചെയ്യുമ്പം, സഹോദരങ്ങളെ ഒരാളോട് സംസാരിക്കുമ്പം, ഒരാൾ അവരുടെ പാപങ്ങൾ എന്നോട് പറയുമ്പം ഞാൻ ഉള്ളിൽ കിടന്ന് ഞെരങ്ങുവാണ്. കാരണം ഞാനും പാപിയായൊരു മനുഷ്യൻ കർത്താവിനെ പോലെ അല്ല, അവരുടെ മുമ്പിലും ദൈവത്തിന് മുമ്പിലും നിസ്സഹായനായിട്ട് നിൽക്കുന്നു. ഇതാണ് പാപത്തിൻ്റെ സ്ലേവറി എന്ന് പറയുന്നത്. പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ പ്രവർത്തിക്കുന്നത് എന്തെന്ന് ഞാൻ അറിയുന്നില്ല എന്നുള്ളതാണ്. ഈ നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവില്ലായ്മയാണ് കർത്താവിൻ്റെ വെളിപ്പെടുത്തലുകൾ നമ്മളിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് മാറിപ്പോകുന്നത്. ഇപ്പം നമ്മൾ എന്തുമാത്രം പാപികളാണ് നമുക്ക് ശരിക്കും അറിയത്തില്ല. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിയാൻ വയ്യാതെ നമ്മൾ ചെയ്യുന്ന പാപങ്ങളാണ് നമ്മുടെ അടിമത്തത്തെ കാണിക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഈ ഗ്ലാസ്സിലെ വെള്ളം, ഇത്രയും വെള്ളമുണ്ട്, ഞാൻ ഇങ്ങനെ നിങ്ങളുടെ നേരെ എറിയുമെന്ന് വിചാരിച്ചോ? എന്തെല്ലാം ചിന്തകളല്ലേ. പാപമാണോ അല്ലയോ? പാപം അല്ലേ? എന്തുകൊണ്ട് പാപമാണ്? ഞാൻ നിൽക്കേണ്ട നില വിട്ട് പെരുമാറി, അതിക്രമം കാണിച്ചു, വേറൊരാളുടെ സ്പേസിലേക്ക് ഞാൻ ആക്രമിച്ച് കയറി, അങ്ങനെയല്ലേ? നിങ്ങൾ സ്വസ്ഥമായി ഇരിക്കേണ്ട സ്ഥലത്തേക്ക് ഞാൻ എന്ത് ചെയ്തു? അതിക്രമിച്ച് കയറി, വെള്ളം കൊണ്ട് അതിക്രമിച്ച് കയറി. അപ്പം ഞാൻ ചെയ്തത് അതിക്രമമാണ്, പാപമാണ്. പക്ഷെ ഒരു ഗുണമുണ്ട് കേട്ടോ ഈ പാപത്തിന്. എനിക്ക് വേണമെങ്കിൽ അത് ചെയ്യാതിരിക്കാനുള്ള അധികാരമുണ്ട്. കാരണം ഇത് മനഃപൂർവ്വമായി ഞാൻ ചെയ്യുന്ന പാപമാണ്. അപ്പം മനഃപൂർവ്വമായി ചെയ്യുന്ന പാപങ്ങൾ അപകടകരവും കുറ്റകരവുമാണ്. വി ആർ മോർ കൾപ്പബിൾ വിത്ത് ദോസ് സിൻസ്. പക്ഷേ അതിൽ നമുക്കൊരു നിയന്ത്രണമുണ്ട്. വേണമെങ്കിൽ ചെയ്യാതിരിക്കാം. മനഃപൂർവ്വമായി ചെയ്യുന്ന പാപങ്ങളുടെ പ്രത്യേകത എന്താണ്? വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചെയ്യാതിരിക്കാം. വേണമെങ്കിൽ സിഗരറ്റ് വലിക്കാതിരിക്കാം, വേണമെങ്കിൽ കള്ളു കുടിക്കാതിരിക്കാം, വേണമെങ്കിൽ വഴക്കുണ്ടാക്കാതിരിക്കാം, വേണമെങ്കിൽ സിനിമ കാണാതിരിക്കാം, വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യേണ്ട. ഇതെല്ലാം വോളണ്ടറി സിൻസാണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്യാതിരിക്കാം. പക്ഷെ അറിവില്ലാതെ ചെയ്യുന്ന പാപങ്ങൾ, ഞാൻ അറിയുന്നില്ല ഞാൻ പാപിയാന്നുള്ള വിവരം. ഞാൻ ഇന്ന് തീരുമാനം എടുക്കുകയാണ്, ഞാൻ എന്നോട് തെറ്റ് ചെയ്ത എല്ലാവരോടും ഞാൻ ക്ഷമിച്ചു ബ്രദറെ. ചുമ്മാ പറയുന്ന, അവർ ക്ഷമിച്ചിട്ടില്ല എന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയത്തില്ല. ഇപ്പം എന്നെ വളരെ ഉപദ്രവിച്ചൊരു മനുഷ്യനുണ്ടെന്ന് വിചാരിച്ചോ ഈ ചർച്ചിൽ? ഇല്ല, ഞാൻ ഇതെല്ലാം എക്സാമ്പിൾസ് കേട്ടോ. അപ്പം ഞാൻ കർത്തൃമേശ എടുക്കാൻ നേരത്ത് നിന്നോട് ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ട്, നിങ്ങൾ അവരോടെല്ലാം ക്ഷമിക്കണമെന്ന് പാസ്റ്റർ പറഞ്ഞപ്പം കർത്തൃമേശ എടുക്കുമ്പോൾ രോഗം വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ അവനോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ശരിക്കും ക്ഷമിച്ചതാ, ഹൃദയം കൊണ്ട് വിട്ട് കളഞ്ഞ. പക്ഷെ അവനെ കാണുമ്പോൾ എന്താണെന്നറിയാൻ മേല. അതും ഞാൻ ഒരു വിധത്തിൽ ഓവർകം ചെയ്തു. പക്ഷെ കഴിഞ്ഞ ദിവസമാണ് കേട്ടത്, അവൻ കാല് തട്ടി വീണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എനിക്ക് എന്താണെന്നറിയാൻ മേല, അകത്തുനിന്നൊരു സന്തോഷം വരുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അപ്പം ഞാനിങ്ങനെ വെളിയിൽ പറയുള്ളൂ, അയ്യോ ആണോ, അയ്യോ കഷ്ടമായി പോയല്ലേ, പ്രാർത്ഥിക്കാം. എൻ്റെ ഉള്ളം പറയുക, അങ്ങനെ ഇരിക്കൂടാ, ദൈവദാസന്മാരുടെ ദൈവത്തിൻ്റെ മക്കളോട് കളിച്ചാൽ നീ കുറച്ച് കളിച്ചതല്ലേ അവിടെ കിടക്ക്. അപ്പം ക്ഷമിച്ചായിരുന്നോ? ക്ഷമിച്ചില്ലായിരുന്നു. നമ്മൾ വിചാരിച്ചത് എന്താ? ക്ഷമിച്ചിട്ടാ കർത്തൃമേശ എടുത്തതെന്നാ. സഹോദരങ്ങളെ, ഞാൻ ഉള്ള കാര്യം പറയാം, നമ്മൾ നന്നാകാൻ പോകുന്നില്ല. എന്ത് ചെയ്താലും നന്നാകാൻ പോകുന്നില്ല. നിങ്ങൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് നിലവിളിച്ച് നിങ്ങൾ നന്നാകാൻ പോകുന്നില്ല.
ഇങ്ങനെ ആരെങ്കിലും നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഞാൻ തുറന്നു പറഞ്ഞിരിക്കുന്നു, നടക്കൂല, നന്നാവൂല. ഇത്രയും നിരാശപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലല്ലോ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നന്നാവില്ല എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? പണിയിലോട്ട് പോവുകയല്ല ചെയ്യേണ്ടത്, നന്നാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണം, കർത്താവേ, നീ എന്നെ നന്നാക്കിയേ പറ്റുള്ളൂ. ഈ വണ്ടി ആ കർത്താവ് സർവീസ് ചെയ്താലേ ഓടുള്ളൂ. ഇത് പോയതാണ്. ഇതിൽ ഇൻവോളണ്ടറി സിൻസിൻ്റെ ബഹളമാണ്. ഞാൻ അറിയാതെ പാപം എന്നെ അടിമയാക്കുന്നു. എൻ്റെ അവയവങ്ങളിൽ തന്നെ ഈ പാപം എന്നോട് പോരാടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ക്ഷമിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ ക്ഷമിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ജീവൻ വെളിപ്പെടുത്തണം എന്ന് ആഗ്രഹമുള്ള പോലെ ഒന്നും വെളിപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പരാജിതനും ബലഹീനനുമായിരിക്കുന്നു. കർത്താവേ, നീ എന്നോട് കരുണ തോന്നുമാറാകണമേ എന്ന് നമ്മളെ കൊണ്ട് നിലവിളിപ്പിക്കുന്നത് ഈ പാപത്തോടുള്ള സ്ലേവറിയാണ്, അടിമത്തം. അപ്പോൾ ഈ പാപം നമ്മളിന്ന് തൂത്താ പോകുന്ന ഒന്നല്ലെന്നും പാപം നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഉപേക്ഷിക്കാൻ പറ്റുന്നതല്ലെന്നും നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായി ഞാൻ പറഞ്ഞ്? ഒരു ജലദോഷം വന്നാൽ അത് തീരുമാനമെടുത്ത് മാറ്റാൻ പറ്റാത്ത നമ്മൾ, അതിൻ്റെ ജലദോഷം മാറിപ്പോകുന്നു എന്ന് ഞാൻ തീരുമാനം എടുക്കുന്നു. മാറുമോ? മാറില്ല. അത്രയും പോലും ചെയ്യാൻ പറ്റാത്ത നമ്മൾ, ഈ ശരീരത്തിൻ്റെ ഹോർമോണുകൾ, കെമിക്കലുകൾ, ഇതെല്ലാം കൂടെ ഉണർത്തി വിടുന്ന ആ പാപത്തിൻ്റെ ഭാണ്ഡം നമ്മൾ എങ്ങനെയാണ് തീരുമാനം എടുത്ത് മാറ്റുന്നത്? എൻ്റെ ഉള്ളിലേക്ക് അഡ്രിനാലിൻ ഇങ്ങനെ പ്രവഹിക്കുമുണ്ടല്ലോ, എനിക്ക് എന്തെങ്കിലും തല്ലിപ്പൊട്ടിക്കണം തോന്നി പോവാ. അപ്പോൾ ഞാൻ പറയാം, ഞാൻ തീരുമാനം എടുത്തു, ഇനി മേലിൽ എനിക്ക് അഡ്രിനാലിൻ വരത്തില്ല. അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റും. ഇത് എതിലേ വരുന്നതെന്ന്, എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയാമോ? അറിയാൻ മേലെ. ഇത് വർദ്ധിച്ച് കഴിയുമ്പോൾ ഒന്നുകിൽ കയ്യിലുള്ള ഫോൺ എറിഞ്ഞ് പൊട്ടിക്കണം, അല്ലെങ്കിൽ ആരുടെയും മുഖത്തിൻ്റെ അടിക്കണം. ഇത് രണ്ടിനും പറ്റിയല്ലെങ്കിൽ ഒരു വലിയ ചാക്ക് എടുത്ത് അതിനകത്ത് മണൽ നിറച്ചിട്ട് നിങ്ങളുടെ അമ്മായി അമ്മയുടെ പേര്, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കത്തിന് നിങ്ങൾക്കിട്ട് പാര പണിയുന്ന ആളുടെ പേര് അതിന് മേലെ എഴുതിയിട്ട് നിങ്ങളുടെ അഡ്രിനാലിൻ തീരുന്നവരെ ഇടിച്ച് ആ ദേഷ്യം കളഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഹാർട്ട് അടിച്ച് തട്ടിപ്പോകുന്നതാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ ഈ ഉള്ളിൽ നിറയുന്ന ഈ സാധനം, അത് നമ്മൾ നിറയ്ക്കുന്നതല്ല, നമുക്കിത് നിറയണം എന്ന് ഒരാഗ്രഹവും ഇല്ല. എൻ്റെ ഉള്ളിലുള്ള ഈ കെമിക്കലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതുപോലെ കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹം, അവർ കൈ വിടുന്നില്ല, ഒന്നിച്ച് ആഹാരം കഴിക്കുന്നു, കൈ പിടിച്ച് നടപ്പാ. പക്ഷേ 3-4 മാസം കഴിയുമ്പോൾ ഭാര്യ ഒരു വഴിക്ക്, ഭർത്താവ് ഒരു വഴിക്ക്. അങ്ങനെയാണെന്നറിയോ? അതും നമ്മുടെ ഈ കെമിക്കലിൻ്റെ പ്രത്യേകത. നമ്മുടെ തലച്ചോറിലോട്ട് പോകുന്ന കെമിക്കലാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. അതായത് നമ്മളൊരു ടോയ് മേടിച്ചാൽ 3 ദിവസം, ഒരു ബൈക്ക് മേടിച്ചാൽ ഒരു 2-3 മാസത്തേക്ക് അത് കഴുകി തുടച്ച് മിനുക്കി വെടിപ്പാക്കി എവിടെയെങ്കിലും കയറ്റി വയ്ക്കും. 2-3 വർഷം കഴിയുമ്പോൾ അത് എവിടെയെങ്കിലും മഴയത്ത് കിടക്കുമായിരിക്കും. നമ്മുടെ സ്വഭാവം അങ്ങനെയാണ്.